സോ ഇന്ന് നമ്മൾ എടുക്കുന്ന സെഷൻ കസ്റ്റമർ റിട്ടൻഷൻ, ഹൗ ടു റീറ്റെയിൻ യുവർ കസ്റ്റമർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു പുതുമയില്ല. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ശരിയാണല്ലോ, ഞാനിത് ചെയ്യുന്നില്ലല്ലോ, ഞാനിത് വിട്ടുപോയല്ലോ എന്ന് പല സിറ്റുവേഷനിലും ഓർക്കാൻ, ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ, ചില കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ ഇന്ന് തീർച്ചയായിട്ടും നമ്മളിൽ പലരും തീരുമാനിക്കും. റീറ്റെയിൻ യുവർ കസ്റ്റമർ ഓർ കസ്റ്റമർ റിട്ടൻഷൻ. 80% of your future profit comes from 20% of your existing customer. നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിന്റെ 80% വരാൻ പോകുന്നത് നിലവിലെ 20% കസ്റ്റമേഴ്സിൽ നിന്നാണ്. ദ സെയിൽസ്മാൻ ടീം കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഇപ്പോ 1 വർഷവും 2 മാസവും ആവുന്നു. 14 മാസങ്ങൾക്ക് മുമ്പ് സെയിൽസ്മാൻ ടീമിലേക്ക് ആദ്യത്തെ 12 പേരെയാണ് ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ എടുക്കുന്നത്. അന്ന് അവർക്ക് കൊടുത്ത സർവീസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, 4:50 വെളുപ്പിന് 4:50 they will start calling me. ഒരാൾക്ക് 10 മിനിറ്റ് വീതമായിരുന്നു സമയം. 4:50 തൊട്ട് 5 വരെ, 5 തൊട്ട് 5:10 വരെ, 5:10 തൊട്ട് 5:20 വരെ, അങ്ങനെ ഒരാൾക്ക് 10 മിനിറ്റ് വീതം 12 പേർ, 120 മിനിറ്റ്, 2 മണിക്കൂർ എല്ലാ ദിവസവും. അങ്ങനെയാണ് നമ്മളുടെ ദ സെയിൽസ്മാൻ ടീം തുടങ്ങിയത്. ആ 10 മിനിറ്റ് സംസാരിക്കുന്നത് ഇന്നലെ എന്തൊക്കെ ചെയ്തു, ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചത്. ഈ ഫസ്റ്റ് ബാച്ചിന് 1 മാസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം സെക്കൻഡ് ബാച്ചിനെ ഇൻവൈറ്റ് ചെയ്തു വിത്ത് ഫസ്റ്റ് ബാച്ചിന്റെ ടെസ്റ്റിമോണിയൽ. അങ്ങനെ 12:30 കഴിഞ്ഞപ്പോൾ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് ഒരു പരിപാടി നടത്തി. അതിൽ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാവരും ടെസ്റ്റിമോണിയൽസ് പറഞ്ഞു. ആ ടെസ്റ്റിമോണിയൽസ് വെച്ച് 30 60 ആക്കി, 60 100 ആക്കി, 100 ഇന്ന് 211 ആക്കി. വേറൊരു മാജിക്കും ചെയ്തിട്ടില്ല ദ സെയിൽസ്മാൻ. ടേക്ക് കെയർ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ, they will take care of your future business. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം നിങ്ങൾ ടേക്ക് കെയർ ചെയ്താൽ മതി, അവര് നോക്കിക്കോളും ഫ്യൂച്ചർ ബിസിനസ്. അത് മാത്രമാണ് നമ്മൾ ദ സെയിൽസ്മാൻ്റെ അകത്ത് ചെയ്തിരുന്നത്. അവിടെ the only profit center in your business is your customers. എന്തൊക്കെ സാഹചര്യങ്ങൾ മാറിയാലും, ആരൊക്കെ വന്നാലും പോയാലും, കസ്റ്റമറാണ് നമ്മളുടെ പ്രോഫിറ്റ് സെന്റർ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിസിനസ്സിനെ നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാം. ബിസിനസ് ഇസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ഫൈൻഡിങ്, കീപ്പിംഗ് ആൻഡ് ഗ്രോയിങ് പ്രോഫിറ്റബിൾ കസ്റ്റമർ. 3 കാര്യങ്ങളാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ്, കീപ് ആൻഡ് ഗ്രോ. എല്ലാ കസ്റ്റമർ ഒന്നും പറഞ്ഞില്ല, പ്രോഫിറ്റബിൾ കസ്റ്റമർ. അപ്പൊ എന്താണ് ബിസിനസ്? ബിസിനസ് ഈസ് എ സയൻസ് ആൻഡ് ആൻ ആർട്ട് ഓഫ് ഫൈൻഡിങ്, കീപ്പിംഗ് ആൻഡ് ഗ്രോയിങ് പ്രോഫിറ്റബിൾ കസ്റ്റമർ. ഇതൊരു അഫർമേഷനാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അവനോട് പറയേണ്ട അഫർമേഷൻ. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്തം is to find, keep and grow profitable customers. This is business. ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് ബിഫോർ കോവിഡ് ഞാൻ ഒരു ദിവസം ഒരു 100 വട്ടം പറയുമായിരുന്നു. പ്രോസ്പെക്റ്റിംഗ്, ഫൈൻഡിങ് ന്യൂ കസ്റ്റമേഴ്സ് ആണ് സെയിൽസിന്റെ അടിസ്ഥാനം എന്ന്. ബട്ട് വിത്ത് കോവിഡ് സെയിൽസിലെ ആ തിയറി മാറി. സെയിൽസ്
is all about keeping your profitable customer. കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതാണ് സെയിൽസ്. പുതിയ കസ്റ്റമറിന്റെ പുറകിന് പോകുന്നതിനേക്കാൾ കസ്റ്റമറെ നിലനിർത്തുന്നതാണ് സെയിൽസ്. ഈ കോവിഡ് സമയത്ത് ആരൊക്കെ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്തോ അവരെല്ലാവരും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് സത്യം. ആർക്കൊക്കെ ഈ കോവിഡ് സമയത്ത് ബിസിനസ് ഉണ്ടായിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഉറപ്പാണ് അത് എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മോഹൻ ചേട്ടാ, മുഴുവൻ സെയിൽ നടക്കുന്ന എക്സിസ്റ്റിംഗ് ടീമിൽ നിന്നല്ലേ? 90% എക്സിസ്റ്റിംഗ് ടീമാണ്. വെരി ഗുഡ്. കൃഷ്ണകുമാർ സാർ? യെസ് സർ, മാക്സിമം സെയിൽസ് എക്സിസ്റ്റിംഗ് ടീമിൽ തന്നെയാണ്. ഷായി ചേട്ടാ? നമ്മുടെ കസ്റ്റമറിൽ എക്സിസ്റ്റിംഗ് ടീമാണ് വരുന്നത്. എല്ലാ വർക്കിംഗ് കസ്റ്റമർ വരുന്നില്ല, എക്സിസ്റ്റിംഗ് ടീമിൽ. മനു? വെരി സെയിം. ശരിയാണല്ലോ, ശരിയാണ്. Yes. So sales shifted from new customers to existing customer. ഇവിടെയാണ് കസ്റ്റമർ റിട്ടൻഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നമുക്ക് ബിസിനസ്സിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ we should retain our customer. അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നതിന് നിലവിലുള്ള കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാൾ 5 ഇരട്ടി ചെലവ് കൂടുതലാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കുന്നതോ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതോ നമ്മൾ ബിസിനസ്സുകാരുടെ മനസ്സിൽ അയ്യോ അത് ഭയങ്കര നഷ്ടമാണ് എന്നൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറയുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ പുതിയ കസ്റ്റമറെ തേടി പോകുന്നതിന് ഇതിന്റെ 5 ഇരട്ടി പൈസ ചെലവാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതാ എളുപ്പം? കീപ് യുവർ കസ്റ്റമർ ഹാപ്പി. എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടിട്ട് പോകുന്നത്? 1% കസ്റ്റമർ അവർ മരിച്ചു പോകുന്നവരാ. 3% പേര് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന്, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവർ വിട്ടുപോയവരാ, ആ ഇൻഡസ്ട്രിയിലേ ഇല്ലവർ. 5% പേര് അവരുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ സെയിം ബിസിനസ് തുടങ്ങി അങ്ങനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തവരാണ്. 9% പേരെ കോമ്പറ്റീറ്റർ റാഞ്ചിക്കൊണ്ട് പോയതാ. 14% പേര് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പോയതാണ്. 68% പേര് നമ്മളുടെ കെയർ കിട്ടാത്തത് കൊണ്ട്, നമ്മളുടെ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോയതാണ്. എത്രയാ? 68%. It's huge. അവരിൽ നിന്നുള്ള ബിസിനസ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ this number is really huge. അവരൊരു കോള് നമ്മളുടെ പ്രതീക്ഷിച്ചു, അവരൊരു മെസ്സേജ് നമ്മളുടെ പ്രതീക്ഷിച്ചു, അവര് നമ്മളുടെ ഒരു ടച്ച് അവർ പ്രതീക്ഷിച്ചു, അത് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. ആൻഡ് they are lost forever. അങ്ങനെയാണ് 68% പേര് നമ്മളിൽ നിന്ന് പോയത്. So team, always do something special for them.
മനു ആരോ മ്യൂട്ട് ആക്കാനുണ്ട് ഇവിടെ. Always do something special for your existing customer. അതൊരു നഷ്ടമല്ല. ഒരിക്കലും നമുക്ക് അതുകൊണ്ടൊരു നഷ്ടം ഉണ്ടാവത്തില്ല. ഏത് ബിസിനസ്സിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ ടേക്ക് കെയർ ചെയ്യുന്നില്ലയോ അവരെപ്പോഴും സ്ട്രഗിളിംഗ് ആയിരിക്കും. അതിന് നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മളുടെ സെയിൽസ് ആക്ടിവിറ്റീസിനെ 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ലൊക്കേറ്റിംഗ് കസ്റ്റമർ അല്ലെങ്കിൽ ഫൈൻഡിങ് കസ്റ്റമർ, ഇതൊരു പാർട്ട്. കസ്റ്റമറെ കണ്ടെത്തുന്നത് ഒരു പാർട്ട്. രണ്ടാമതൊരു പാർട്ടുണ്ട് സെല്ലിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ കണ്ടെത്തിയ കസ്റ്റമർക്ക് ഫസ്റ്റ് ടൈം സെല്ല് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട്. 3, കീപ്പിംഗ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ, ഇത് തേർഡ് പാർട്ട്. 3 പാർട്ട്. 1, പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നു. 2, ഫസ്റ്റ് ടൈം അവർക്ക് സെല്ല് ചെയ്യുന്നു. 3, എക്സിസ്റ്റിംഗ് കസ്റ്റമറെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു. 3 നമ്മുടെ സെയിൽസ് ആക്ടിവിറ്റീസ് തിരിക്കുക. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ 3 പേർക്ക് ഇതിന്റെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കുക. ഒരാളുടെ ഡ്യൂട്ടി ഇസ് ടു ഫൈൻഡ് ന്യൂ കസ്റ്റമർ. അവൻ മാത്രമല്ല ചെയ്യുന്ന എൻറ്റയർ പ്രോസസ് ആണ്. പക്ഷെ ഒരു ഉത്തരവാദി ഉണ്ട്. അത് ഒരാളാണ് അതിന് റെസ്പോൺസിബിൾ ടു ഫൈൻഡ് ന്യൂ പ്രോസ്പെക്ട്സ്. അടുത്ത ആളാണ് ഉത്തരവാദി ടു സെൽ ടു ന്യൂ കസ്റ്റമേഴ്സ്. 3ാമത്തെ ആളിന്റെ ഉത്തരവാദിത്തം ടു കീപ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ. 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റണം. ഈ 3 പാർട്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 3 പാർട്ടും ഒരുപോലെ നടക്കുകയും വേണം, മോണിറ്റേർഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒന്നിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ ബിസിനസ് ഇങ്ങനെ പോകത്തുള്ളൂ. ഒരാഴ്ച കച്ചവടമുണ്ട്, അടുത്ത ആഴ്ചയില്ല, പിന്നുണ്ട്, പിന്നില്ല. ആ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ഈ 3 പാർട്ടും ഒരുപോലെ നടക്കണം. കസ്റ്റമറുടെ ഒരു ലൈഫ് ടൈം ജേണി ഉണ്ട്. ഒന്ന് ഇപ്പൊ എഴുതാനും ഒന്നും നിൽക്കേണ്ട, ജസ്റ്റ് എന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു സ്ലൈഡ്, ഒരു കസ്റ്റമർക്ക് ഒരു ലൈഫ് ഉണ്ട്. നമ്മളുടെ കൂടെ അവർക്കൊരു ലൈഫ് ടൈം ഉണ്ട്. ആ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഒരു പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഫസ്റ്റ് ടൈം കസ്റ്റമർ. ഇതുവരെ പ്രോസ്പെക്റ്റ് ആയിരുന്നു. ഇപ്പൊ ആരായി? ഒരു തവണ നമ്മളുടെ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ അവര് നമ്മളുടെ ഫസ്റ്റ് ടൈം കസ്റ്റമറായി മാറി. ഒരു തവണ നമ്മളുടെ പ്രൊഡക്റ്റ് മേടിച്ചു. ഇവിടെ ഒരു 5 എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ 5ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നെങ്കിൽ വിത്ത് ദാറ്റ് ഫസ്റ്റ് ടൈം സെയിൽ they become highly satisfied, അല്ലെങ്കിൽ they are satisfied, അതല്ലെങ്കിൽ they are indifferent. അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വന്നു സാധനം മേടിച്ചു, ഓക്കെ ശരി താങ്ക് യു. അടുത്തത് ഡിസാറ്റിസ്ഫൈഡ്. 5ാമത്തതാണ് വെരി ഡിസാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് 5 ലെവലിൽ കണക്ക് കൂട്ടാം. ഹൈലി സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, ഇൻഡിഫറൻറ്റ്, ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് വെരി ഡിസാറ്റിസ്ഫൈഡ്. സ്ട്രാറ്റജി പറയുന്നത്, കണക്കുകൾ പറയുന്നത് ആ 4ഉം 5ഉം നമ്മളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് അവർ ആ ലൈഫ് ടൈം യാത്ര തുടങ്ങി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് ദേ ബിക്കം റിപ്പീറ്റഡ് കസ്റ്റമർ. അതായത് ഹൈലി സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് കസ്റ്റമേഴ്സ് നെക്സ്റ്റ് ടൈം ഒരു തവണയും കൂടെ നമ്മളുടെ അടുത്ത് വരും ആൻഡ് ദേ ബിക്കം റിപ്പീറ്റഡ് കസ്റ്റമർ. ഇപ്പോഴും അവന്റെ പേര് റിപ്പീറ്റഡ് കസ്റ്റമർ എന്നാണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ടൈം കസ്റ്റമർ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അവര് റിപ്പീറ്റഡ് കസ്റ്റമറായി. ഇപ്പോ നമുക്ക് മനസ്സിലായി റെഗുലർലി നമുക്കിപ്പോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന ദിവസം അയാൾ ഓർഡർ ചെയ്യും, ഇന്ന ദിവസം അയാൾ ഓർഡർ ചെയ്യും, ഇത്രാം തീയതി അയാൾ വരും. ഇങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ കസ്റ്റമർ ക്ലയന്റ് ആയി മാറുന്നത്. ടെർമിനോളജി വളരെ ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ടൈം പർച്ചേസ് നടത്തുന്നിടം വരെ കസ്റ്റമർ അല്ല, പ്രോസ്പെക്റ്റ് ആണ്.
ഫസ്റ്റ് ടൈം പർച്ചേസ് നടത്തി റിപ്പീറ്റഡ് റെഗുലർ കസ്റ്റമർ ആകുന്നിടം വരെ അവർ വെറും കസ്റ്റമർ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അവർ ആരായി മാറി? ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയും ഓക്കെ ഇന്ന ദിവസം അവർ വന്നിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അവര് ക്ലയന്റ് ആയിട്ട് മാറി. നെക്സ്റ്റ് ഫേസിൽ അവര് ഒരു ഫസ്റ്റ് ടൈം കസ്റ്റമറെ കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ ക്ലയന്റ് ആരായി മാറി? അഡ്വക്കേറ്റ് ആയി. സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ വീണ്ടും വരും. അവരെ റിപ്പീറ്റഡ് കസ്റ്റമർ എന്ന് പറയും. റെഗുലർ ആയിട്ട് അവർ വീണ്ടും വരാൻ തുടങ്ങുമ്പോൾ അവരെ ക്ലയന്റ് എന്ന് പറയും. ഒരാളെയെങ്കിലും ഫസ്റ്റ് ടൈം കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് വരികയോ റെഫർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളുടെ അഡ്വക്കേറ്റ് ആയി. എന്താ പറഞ്ഞേ? ഒരു തവണ മേടിച്ച ഫസ്റ്റ് ടൈം കസ്റ്റമർ, രണ്ടാമത് വന്നപ്പോ റിപ്പീറ്റഡ് കസ്റ്റമർ, റെഗുലർലി മേടിച്ചപ്പോ ക്ലയന്റ്, ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ, ഒരാളെയെങ്കിലും റെഫർ ചെയ്താൽ അവര് നമ്മുടെ അഡ്വക്കേറ്റ് ആയി. അവര് നമുക്ക് വേണ്ടി റെഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ആളിനെ കൊണ്ട് തരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അങ്ങോട്ട് അനൗൺസ് ചെയ്തു. ലോയൽറ്റി കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയ്ഡ് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഗോൾഡ് മെമ്പർഷിപ്പോ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പറഞ്ഞു, ലൈഫ് ടൈം മെമ്പറോ, അവര് ആ മെമ്പറായിട്ട് മാറും. ക്ലയന്റ് ആരായി? മെമ്പറായി. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മുടെ ഇൻ ഹൗസ് കസ്റ്റമേഴ്സ്, മെമ്പേഴ്സ് എന്ന രൂപത്തിലായി. ഇനി നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോവാം. നമ്മളുടെ ബിസിനസിന്റെ അകത്ത് ഈ സർവീസിൽ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാം. നമ്മൾ എന്ത് ചെയ്യും? ഈ മെമ്പേഴ്സിൽ നിന്ന് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരോട് ചോദിക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, എന്താണ് സാറിന്റെ ഒപ്പീനിയൻ? ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ഒപ്പീനിയനും കൂടെ ചോദിച്ച് തുടങ്ങുമ്പോൾ അവര് പാർട്ട്ണറായി മാറി. ഫസ്റ്റ് ടൈം, വീണ്ടും വന്നപ്പോ റിപ്പീറ്റ്, റെഗുലർലി വന്നപ്പോ ക്ലയന്റ്, നമുക്ക് വേണ്ടി ഫസ്റ്റ് ടൈം കസ്റ്റമറെ റെഫർ ചെയ്തപ്പോ അവർ അഡ്വക്കേറ്റ്, നമ്മളുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോ നമ്മുടെ ഫാമിലിയിൽ അവർ അംഗമായി, അങ്ങനെ അവർ മെമ്പേഴ്സായി. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ അകത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവർ നമ്മുടെ പാർട്ട്ണറായി. ഇനി ഈ ലൈഫ് സ്റ്റൈലിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ കമ്പനിക്കകത്ത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഷെയർ കസ്റ്റമേഴ്സിന് വേണ്ടി, ഈ പറയുന്ന ലോയൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. അവർക്ക് പറയുന്ന പേരാണ് കോ പാർട്ട്നേഴ്സ്. ഇതാണ് ലൈഫ് ടൈം ഓഫ് എ കസ്റ്റമർ. ഇവിടെയാണ് കസ്റ്റമർ റിറ്റൻഷൻ നടക്കുന്നത്. ഒരു തവണ വന്ന ആളിനെ നമ്മുടെ കോ പാർട്ട്ണറാക്കി മാറ്റുന്നിടത്താണ് ഒരു ബിസിനസ്സുകാരന്റെ സ്ട്രാറ്റജി ഇരിക്കുന്നത്. ഇവിടെയാണ് കസ്റ്റമർ റിറ്റൻഷന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരുടെ യഥാർത്ഥ പ്രശ്നം, ഫസ്റ്റ് ടൈം കസ്റ്റമർ ആയിട്ട് അവർ നിന്നു, അവർ പോകുന്നു, പിന്നെ അവർ വരുന്നില്ല, പിന്നെ അവർ ആ ലൈഫ് സൈക്കിളിൽ മുന്നോട്ട് പോകുന്നില്ല. ഇതാണ് സ്ട്രഗ്ലിംഗ് ബിസിനസിന്റെ യഥാർത്ഥ റീസൺ. ഈ ലൈഫ് സൈക്കിളിൽ, ഈ ലൈഫ് ടൈമിൽ അവരെ കൈക്ക് പിടിച്ച് കൂടെ നടത്താത്ത ഏതൊക്കെ ബിസിനസ്സുകളുണ്ടോ അതെല്ലാം പൂട്ടും. ഇല്ലെങ്കിൽ ഇവൻ പൂട്ടിക്കും. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ നിങ്ങൾക്ക് ചെലവാകുന്നത് ഫസ്റ്റ് ടൈം കസ്റ്റമറെ കൊണ്ടുവരുന്നതിനാണ്. (2017) തൊട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കുണ്ട്. ക്രോസ് സെല്ലിംഗ് ഗ്രൂപ്പ് എന്നാണ് എൻ്റെ പേര്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് സെയിൽസ്മാനെ വിശ്വസിച്ച് നമ്മൾ ഒന്നുമല്ലാതിരുന്ന സമയത്ത് നമുക്ക് ട്രെയിനിങ്ങുകൾ തരികയും അവരുടെ ടീമിനെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു 63 ഓൺട്രപ്രണേഴ്സിനെ ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴും. എല്ലാ 6 മാസം ഇരിക്കയിലെയും ഇവരെ
കൊച്ചിയിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഒരു ഡേ പ്രോഗ്രാം നമ്മളുടെ ചെലവിൽ അവിടെ നടത്തും. എന്തിനാന്നറിയും? ചങ്ക് വിരിച്ച് മുന്നിൽ നിൽക്കും. നീ ചെയ്തോടാ, ഞങ്ങളുണ്ട് കൂടെ. ഇതിന്റെ ഗുണം എവിടെയാണെന്നറിയും? എന്ത് നമ്മൾ വളർന്ന് മുകളിലോട്ട് കയറുന്ന സമയത്ത് എവിടെ പിടിവിട്ടാലും അഗാധ ഗർത്തത്തിലേക്ക് പോകത്തില്ല. താങ്ങി നിർത്താൻ ഇവിടെ ഒരു സാധനമുണ്ട്. ഇവരെ പറയുന്ന പേരാണ് ഡ്രീം കസ്റ്റമേഴ്സ്. ഞാൻ ഈ കളിക്കുന്ന കളി മുഴുവൻ ഇവരെ കണ്ടുകൊണ്ടാണ്. എനിക്ക് ഉറപ്പാ അവരെന്നെ താങ്ങി നിർത്തും. ഞാൻ താഴേക്ക് പോവില്ല. ഇവര് താങ്ങി നിർത്തും. ഇവര് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. And the salesman is built on that foundation. അവരിട്ട ഫൗണ്ടേഷനിലാണ് ഈ സെയിൽസ്മാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ആണ് ആ ഫൗണ്ടേഷൻ. എനിക്ക് ഏത് പാതിരാത്രിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും മറ്റാരും ഇല്ലെങ്കിലും അവരുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. മൈ ഡ്രീം കസ്റ്റമേഴ്സ്. യെസ്. അപ്പോ ഒന്ന് വർക്കൗട്ട് ചെയ്യണം ഇന്ന്. എവിടൊക്കെ നിൽക്കുന്നു എൻ്റെ കസ്റ്റമേഴ്സ്? എത്ര പേരുണ്ട് എനിക്ക് റിപ്പീറ്റഡ് കസ്റ്റമർ? എത്ര ക്ലയൻസ് എനിക്കുണ്ട്? എത്ര അഡ്വക്കേറ്റ്സ് ഉണ്ട്? എത്ര മെമ്പേഴ്സ് ഉണ്ട്? എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? എന്നിട്ട് ബിസിനസ് മോഡലിൽ ചെറിയൊരു മാറ്റം ഒന്ന് വരുത്തിയിട്ട് ഒരു 2% അല്ലെ 5% കസ്റ്റമേഴ്സിനെ കോ പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ച്. ഒരുത്തനെയും ചാടിക്കേറി അതിൻ്റെ അകത്തേക്ക് കയറ്റിയിടരുത് ഇന്ന്. ഇറ്റ്സ് എ ലോങ് ജേണി. പക്ഷെ അതൊന്ന് മാറ്റി വെച്ചിട്ട് അവരെ വിളിച്ചൊന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് അവർ ജേണി നിങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇത്ര ശതമാനമല്ല, ഇത്ര നമ്പർ ഓഫ് ഷെയർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ എൽസ് വി വിൽ ഡു ഇറ്റ് ആസ് എ ചാരിറ്റി. സാറിന് ആ പൈസ എടുക്കാം, അതല്ലെങ്കിൽ സാറിന് പൈസ വേണ്ടെങ്കിൽ നമ്മളത് ചാരിറ്റി പാർട്ടിലേക്ക് വിടും. ബട്ട് അത് സാറിന്റെ പേരിലായിരിക്കും ഞങ്ങൾ ചെയ്യും. അടിമുടി മാറും നമ്മുടെ ബിസിനസ്. ഒരു ചെറിയ തോട്ട് കൊണ്ടിട്ടാൽ മതി. എങ്ങനെ? ആൻഡ് ഓൾ ദിസ് ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. എങ്ങനെ ഫസ്റ്റ് ടൈം കസ്റ്റമേഴ്സിനെ നമുക്ക് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടും നമ്മുടെ കൂടെ നിലനിർത്താം. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ? ഈ ജേണിക്ക് വേണ്ടിയിട്ടാണ്. റീറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഇവിടെ കിടക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ഫസ്റ്റ് ടൈം വരുന്ന കസ്റ്റമറെ എങ്ങനെ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിർത്താൻ പറ്റും. അതിനാദ്യം വേണ്ടത് ഒരു കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. 24/7 × 365 days കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. സെയിൽസ്മാൻ ടീമിൽ CRM വഴി, ഓട്ടോമേഷൻ വഴി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. അഡ്രസ് ഇഷ്യൂസ് as soon as possible. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്യൂസ്, അവരുടെ കംപ്ലൈൻറ്റ്സ് എത്രയും പെട്ടെന്ന് അഡ്രസ് ചെയ്യാൻ. അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. ആ സ്ഥാനത്തേക്ക് ഇരുത്തുന്ന ആള് എംപതറ്റിക് ആയിട്ടുള്ള സ്റ്റാഫിനെ വേണം അവിടെ ഇരുത്താൻ. ക്ഷമയുള്ള, കസ്റ്റമറെ ലിസൺ ചെയ്യാൻ കഴിവുള്ള സ്റ്റാഫിനെ വേണം ആ റോഡിൽ പിടിച്ച് അവിടെ ഇരുത്താൻ. ആൻഡ് എൻഷുവർ ഫോളോ അപ്പ്. കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ എന്തായി സാറേ, അത് ക്ലിയർ ആയി കിട്ടിയല്ലോ എന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിലേ കസ്റ്റമർ റിറ്റൻഷൻ നടക്കും. റിറ്റൻഷന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. കസ്റ്റമർ ഓൺ ബോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പേ എയർപോർട്ടിൽ ചെല്ലുന്നു, പുറത്ത് സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കുന്നു, അതിനുശേഷം അകത്തേക്ക് കയറുന്നു, ലഗേജ്
നമ്മൾ വിടുന്നു, നമ്മുടെ ടിക്കറ്റ് ബോർഡിംഗ് പാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, ഗേറ്റ് നമ്മുടെ വീണ്ടും സെക്യൂരിറ്റി ചെക്കിംഗ് പോകുന്നു, നമ്മുടെ മൈഗ്രേഷൻ പ്രോസസ് ഒക്കെ എമിഗ്രേഷൻ പ്രോസസ് ഒക്കെ കഴിയുന്നു. നേരെ നമ്മൾ എന്നിട്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു, അവിടെയും നമ്മുടെ ടിക്കറ്റ് കാണിക്കുന്നു, ബസ്സിൽ കയറുന്നു, ബസ് കൊണ്ട് നിർത്തുന്നു, ഫ്ലൈറ്റിലേക്ക് കയറുന്നു, നമ്മുടെ സീറ്റിൽ പോയിരിക്കുന്നു. ദിസ് ഈസ് കസ്റ്റമർ ഓൺ ബോർഡിംഗ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ ഓൺ ബോർഡിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അവർ വന്ന് കയറുമ്പോൾ അവരുടെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫാമിലിയെ കുറിച്ച്, അവരുടെ വെഡിങ് ഡേയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം യു ഹാവ് ടു ഡെവലപ്പ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നാലാമത്തെ പോയിന്റ് നോക്കി, എന്നിട്ട് അതിനെ ഓട്ടോമേഷൻ ചെയ്യണം കമ്മ്യൂണിക്കേഷൻ കലണ്ടറുമായിട്ട്. അവരുടെ ബർത്ത്ഡേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വിഷസ് SMS ആയിട്ടും മെയിലായിട്ടും ചെല്ലും. വെഡിങ് ഡേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വിഷസ് അവർക്ക് ചെല്ലും. എല്ലാ കമ്മ്യൂണിക്കേഷനും ഓട്ടോമൈസ്ഡ് ആയിരിക്കും ഇഫ് യു ഹാവ് എ കസ്റ്റമർ ഓൺ ബോർഡിംഗ് പ്രോസസ്. ചോദ്യം എത്രയേ ഉള്ളൂ, ഡു യു ഹാവ് ആൻ ഓൺ ബോർഡിംഗ് പ്രോസസ് ഫോർ കസ്റ്റമർ ഡ്യൂറിങ് ഫസ്റ്റ് ടൈം സെയിൽ? ഇതില്ലെങ്കിൽ ആ ജേണി അവിടെ വെച്ച് ബ്ലോക്ക് ആവും. രണ്ടാമതാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മുടെ ക്രോസ് സെല്ലിംഗ് ഗ്രൂപ്പിലുള്ള 63 കസ്റ്റമേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ എ ഗ്രൂപ്പ് ഓഫ് അഡ്വൈസേഴ്സ്, കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് കസ്റ്റമേഴ്സ്, അവരാണ് കസ്റ്റമർ അഡ്വൈസറി ബോർഡ്. അടുത്തതാണ് അതിൻ്റെ അകത്ത് നമുക്കൊരു ബീറ്റ ടെസ്റ്റിംഗ് ഗ്രൂപ്പ്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ട്രയൽ, ഒരു സാമ്പിൾ ടീമിനെ ഈ അഡ്വൈസറി ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോവാ, അതിനു മുമ്പ് ആ സാമ്പിൾസ് നിങ്ങൾക്കൊന്ന് അയച്ചു തന്നതാ, ഒന്ന് ഉപയോഗിച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണം. അതാണ് ബീറ്റ ടെസ്റ്റിംഗ് ഗ്രൂപ്പ്. കസ്റ്റമർ റിട്ടൻഷൻ സ്ട്രാറ്റജിയാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഈ കമ്പനിയുടെ അടുത്ത ആളുകളാണ് എന്ന്. അടുത്തതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാം. ഞാൻ ഒരു കാര്യം പറയാം, പേഴ്സണലൈസ് ആയിട്ട് എടുക്കരുത്, പക്ഷെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. കഴിഞ്ഞ 7 ദിവസമായിട്ട് നമ്മളിൽ പലരും ആ കുഞ്ഞു മുഹമ്മദിന്റെ 18 കോടി രൂപയുടെ മരുന്നിനെ കുറിച്ച് കേട്ടു. ഒരു 100 രൂപയെങ്കിലും ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, 100 രൂപ ഇടാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആരും ഇതിലില്ല എന്ന് എനിക്കറിയാം. 100 രൂപയെങ്കിലും ഇട്ട് കൊടുക്കാത്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ പ്ലീസ് റീതിങ്ക് അബൌട്ട് യുവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അത് നോർമൽ ഒരു കേസ് അല്ല. ഓൾറെഡി മൂത്ത കുഞ്ഞിന് അങ്ങനെ ആയി, അവള് വന്നിട്ട് പറയാണ് എൻ്റെ അനിയനെങ്കിലും എനിക്കൊന്ന് നടന്ന് കാണും. 18 കോടി കൂട്ടിയാൽ കൂടില്ല, നമ്മളെല്ലാരും കൂടെ ചേരാതെ അത് കൂടില്ല. അത് കണ്ടിട്ട് അതിന്റെ പുറകിന് വെറുതെ നടക്കുന്നതല്ലാതെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലീസ്. അത് കഴിഞ്ഞു. അത് അല്ല, ഞാൻ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് യു ഹാവ് ടു റീതിങ്ക്. ഞാൻ വലിയ എമൗണ്ട് ഒന്നും പറയുന്നില്ല, ഒരു 100 രൂപ. ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് കസ്റ്റമർ റിട്ടൻഷൻ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോളജൈസ് വെൻ മിസ്റ്റേക്ക് ഹാപ്പൻ. തെറ്റ് പറ്റിയാൽ അംഗീകരിക്കുക. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു, സോറി. അങ്ങനെയുള്ളവർക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. റെഫറൽ പ്രോഗ്രാം, ഒരാളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത്ര % ഇൻസെന്റീവ്.
ഇനി അത് കൊടുക്കാൻ വയ്യെങ്കിൽ സാറിന്റെ നെക്സ്റ്റ് ടൈം സാറ് വരുമ്പോൾ സാറിന് 20% സർവീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. റെഫറൽ പ്രോഗ്രാം. ഇതൊക്കെയാണ് കസ്റ്റമറെ നമ്മളുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് റീറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ഞാൻ കൂടുതൽ പറയാഞ്ഞത്, ഞാൻ അത് അവിടെ വെച്ചങ്ങ് നിർത്തിയത്. അത് അവരവരുടെ മനസാക്ഷിയാണ്. പക്ഷെ യു ഹാവ് ടു ബി പാർട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എ മാസീവ് മൂവ്. കൂടുതലൊന്നും ചെയ്യണ്ട, ഒരു 100 രൂപ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ. അതാരും നമ്മളോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നിട്ട് താണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണേ, അങ്ങനെ പറയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. അർഹതപ്പെട്ടത് എന്ന് തോന്നിയാൽ അവരുടെ കയ്യിലേക്ക് മടക്കി ഒരു 100 രൂപ വെച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ ഇന്നലെ ഒരു എമൗണ്ട് ഇട്ട് കൊടുത്തു. ഒരു 15 മിനിറ്റിനുള്ളിൽ അതിന്റെ 10 ഇരട്ടി എനിക്ക് എന്റെ തിരിച്ചെന്റെ അക്കൗണ്ടിൽ വന്നു. ഞാൻ ഇട്ടതിന്റെ 10 ഇരട്ടി എന്റെ അക്കൗണ്ടിൽ തിരിച്ചു വന്നു. കൊടുക്കും തോറും ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ബിസിനസ്സുകാരാണ്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബിസിനസ്സിൽ നിന്ന് 1 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിനൂടെ അവകാശപ്പെട്ടതാണ്. അതിൻ്റെ ഒരു പങ്ക് അതിനുവേണ്ടി മാറ്റിവെക്കണം. ഞാൻ നമ്മുടെ ബിസിനസ് മോഡല്, സെയിൽസ്മാൻ ബിസിനസ് മോഡൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫൈൻ. ഇനി ഒരു കഥ പറയാം. മാർച്ച് 4-ാം തീയതി നമ്മുടെ കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ സെയിൽസ്മാൻ ടീമിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സെയിൽസ്മാൻ ടീമിന്റെ 100 പേര് തികഞ്ഞതിന്റെ മീറ്റിംഗ് മാർച്ച് 4. 3-ാം തീയതി വൈകുന്നേരം ഞാൻ എറണാകുളത്തു നിന്ന് അവിടെ എത്തി. അപ്പൊ അബി നേരത്തെ അവിടെ ഉണ്ട്. ശ്രീലിലും ബബ്ലു സാറും രാഹുലും മഹേഷും ട്രിവാൻഡ്രം ടീം എല്ലാം നേരത്തെ ദിവസം എത്തി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം ഇവര് വേറൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഞാൻ വേറൊരു അടുത്ത റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ എന്താ പറയുന്നത്, അവര് കിങ് ഫോർട്ടിലും ഞാൻ അതിന്റെ ഓപ്പോസിറ്റുള്ള വുഡീസ് പ്ലഷറിലുമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവന്മാര് താഴെ നിൽക്കുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അബിയെ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു, അവര് ഫുഡ് കഴിച്ചോ? ഇല്ല സാറേ, അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോവാം. എവിടെ പോണം? അബി പറഞ്ഞു, ആദാമിന്റെ ചായക്കട. സാറിന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ അവിടെ പോയിട്ടുള്ളത്? എനിക്കപ്പോ ഓർമ്മയുണ്ട്, നല്ല ഫുഡാ. ഇവൻ വണ്ടിക്ക്, അപ്പൊ നമ്മള് ഓടി എടുത്തിട്ട് ആദ്യമായിട്ടാ ഇവരെല്ലാരും വണ്ടി കാണും. അങ്ങനെ എല്ലാവരും കൂടെ ഓടിക്കകത്ത് പോയിക്കൊണ്ടിരിക്കും. അബി ഇരുന്നങ്ങ് തള്ളി മറിക്കും ആദാമിന്റെ ചായക്കടയെ കുറിച്ചിട്ട്. അത് ഭയങ്കര സംഭവമാണ്, അവിടുത്തെ ഫുഡ് അങ്ങനെയാണ്, ഒരു രക്ഷയില്ല. എക്സ്പെക്ടേഷൻ അതിന്റെ പീക്കിലങ്ങ് എത്തി. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. ഇല്ല, എക്സ്പെക്ടേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമുണ്ട്, സാറ്റിസ്ഫൈഡ് ആവത്തില്ല. നമ്മുടെ പ്രതീക്ഷ ഭയങ്കരമായിരുന്നു. നല്ല ഫുഡാ കേട്ടോ, പക്ഷെ ഇവന്റെ തള്ളിന്റെ അത്ര ഇല്ലായിരുന്നു. എന്ത് സംഭവിച്ചു? കഴിച്ചു, വയറ് നിറയെ കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ആംബിയൻസ്, നല്ല ഫുഡ്, എല്ലാം ശരി. നെക്സ്റ്റ് ഡേ പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി ഇവർ തിരിച്ച് ട്രിവാൻഡ്രം പോകുന്നു. എനിക്ക് പിറ്റേന്ന് രാവിലെ അവിടെ ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ബാക്ക്. അപ്പൊ രാത്രിയായപ്പോ ഞാൻ പറഞ്ഞു, അവര് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. ശരി, വീണ്ടും ഇറങ്ങി. അപ്പൊ ചോദിച്ചു, ഇന്ന് എവിടാ പോന്നെ? അതെ, ആദാമിന്റെ ചായക്കട വേണ്ട, ഇന്നലെ നമ്മൾ പോയായിരുന്നു. എല്ലാരും ഒറ്റ ശ്വാസത്തിൽ പറയുക, ഫുഡ് നല്ലതാ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഉറപ്പായിട്ട് നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ കയറേണ്ട കടയാണ് ആദാമിന്റെ ചായക്കട. അന്നൊരു തീരുമാനം എടുത്തു, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ഒട്ടും പ്രതീക്ഷയില്ലാതെ ബീച്ച് റോഡിൽ ചെന്നിട്ട് ദ ഷാപ്പ് എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി. അപ്പം പഴയ ഒരു സംഭവം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറണം, സ്റ്റെയർ കയറി മേളിൽ ചെല്ലണം. ഒരു രക്ഷയില്ല, ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല, വെയിറ്റ് ചെയ്യുന്നിടത്ത് പോലും സ്ഥലമില്ല. എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. ഒരിടത്തും നമ്മൾ ക്യൂയിൽ നിൽക്കത്തില്ല. എന്നിട്ടും മാറി അവിടെ ഇരുന്നു. ശരി, അപ്പൊ ഒട്ടും പ്രതീക്ഷയില്ല. കേറിയിരുന്ന് ഒരു സംഭവമായിരുന്നു കേട്ടോ. സംഭവം ആദാമിന്റെ ചായക്കടയിലെ പോലൊക്കെ തന്നെ ഉള്ളൂ കാര്യം. പക്ഷെ
ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്നതുകൊണ്ട് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും അവർ കൊണ്ടുവച്ച ഓരോ സംഭവങ്ങളും. പക്ഷെ അവര് എക്സ്ട്രാ ഓർഡിനറിയാണ്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാണ്ട് ഇതേലെ കുറെ ജാറും ഒക്കെ എടുത്തോണ്ട് വരുന്നു, മറ്റേ ലബോറട്ടറിയിൽ ഇരിക്കുന്ന സാധനം പോലെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണോ സാധനം. അതാണ്ട് ഇതേലെ ചെറിയ ഗ്ലാസിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, ഇതിന്റെ പേരെന്തുവാ ചേട്ടാ? ചക്ക മാങ്ങ തേങ്ങ. ചക്ക മാങ്ങ തേങ്ങ. അപ്പൊ ശരി, ഞങ്ങൾ 10-14 പേരുണ്ട്. അപ്പം ആദ്യം ഒരു ജ്യൂസ് എടുത്ത് ഒഴിക്കും ഈ വലിയ ബാരലിൽ. അപ്പൊ ചോദിക്കും ഇതെന്തുവാ? അത് തേങ്ങയാ ഒഴിച്ച്, തേങ്ങയുടെ ജ്യൂസ്. അടുത്ത് ഒഴിക്കും ഇതെന്തുവാ? ഇത് മാങ്ങ. ഇതെന്തുവാ? ഇത് ചക്ക. എന്നിട്ട് ഒരു കുലുക്ക്, എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി, ഇങ്ങനെ എല്ലാവർക്കും ഓരോ ഔൺസ് ഇതേ ഉള്ളൂ. അവിടെ തുടങ്ങിയതാ. പിന്നെ അവിടെ കാണുന്ന മുഴുവൻ സാധനങ്ങൾ മേടിച്ചിട്ട് ആ ടേബിളിലൊന്നും വെക്കാൻ സ്ഥലമില്ല. അത് അന്ന് ആ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും കൊറോണ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും വന്നേനെ. കാരണം ഇങ്ങനെ കൊണ്ട് എടുക്കും, ഒന്ന് സൂപ്പർ അളയതൊന്ന് കുടിച്ചു നോക്കിയേ, അടുത്തവൻ എടുത്തു വെച്ചു, അടുത്തവൻ എല്ലാവരും ഇങ്ങനെ കുടിച്ചു ഒരെണ്ണം ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേന് തീർന്നു പോകും. ആദ്യം കുടിച്ചാലും കിട്ടത്തില്ല. ചേട്ടാ ഇതെല്ലാം ഒരു 14 എണ്ണം. ഒന്നും പറയണ്ട. സംഭവം വളരെ സിമ്പിൾ ആണ്. പക്ഷേ ആ ചെറിയ ചെറിയ ടച്ച് പോയിന്റ്സിനെ അവരത് പൊസിഷൻ ചെയ്യുന്ന രീതി. ഞാൻ കൊഞ്ച് ഫ്രൈ പറഞ്ഞു. കൊഞ്ച് ഒരെണ്ണം നടുക്ക് വെച്ചിട്ടുണ്ട്, ഒറ്റ ഒരെണ്ണേ ഉള്ളു. ഇതിന്റെ ചുറ്റും നാരങ്ങ വിളക്ക്, നാരങ്ങ തോട് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ച് വെച്ച് കൊണ്ടുവന്ന് നടുക്ക് വെച്ചു. സംഭവം സിമ്പിളാ, പക്ഷെ അതിനെ പൊസിഷൻ ചെയ്യുന്ന, പ്രസന്റ് ചെയ്യുന്ന രീതി അമേസിങ്. ഈ സാധനം ഒന്ന് നോക്കിക്കേ. നമ്മുടെ അതൊരു ഗ്രാനൈറ്റ് പീസിലാണ് ദാണ്ട് ആ ഫിഷ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു വലിയ 4 പേര് പിടിച്ചില്ലെങ്കിൽ കൈ നിൽക്കത്തില്ല, അത്ര വെയിറ്റ് ഉണ്ട് ആ ഗ്രാനൈറ്റ് പീസിന്. അതിൽ കൊണ്ടുവന്നിട്ട് ദാണ്ട് ആ കാണുന്ന പോലെ തന്നെ 4 വശം വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭയങ്കര രസമാണ് അതിന്റെ പൊസിഷൻ. എനിക്ക് ഉറപ്പാ ഇതിലിരിക്കുന്ന പലരും ഷാപ്പ് തിരക്കി പോകും ഇനി. പോകാത്തവർ ഇനി പോവും. കാരണം ഞാനിപ്പോ ആരായിട്ട് അവിടെ സംസാരിക്കുന്ന ആൻ അഡ്വക്കേറ്റ്. ഞാനിപ്പോ അതിന്റെ അഡ്വക്കേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഷാപ്പിന്റെ മുതലാളിക്ക് പോലും ഇത്രയും നല്ല രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ആളിനെ പറഞ്ഞു വിടുക. എന്താ സംഭവം? ചെറിയ കാര്യങ്ങൾ മതി കസ്റ്റമറെ ലോങ് ടൈം കൂടെ പിടിച്ചു നിർത്താൻ, എക്സൈറ്റഡ് ആക്കാൻ. മനസ്സിലാവുന്നു? ആ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലെറ്റ്സ് സേ നമ്മുടെ കൂട്ടത്തിലാർക്കാ റെസ്റ്റോറന്റ്, ഹോട്ടൽ അങ്ങനെയുള്ള സംഭവമുള്ള ആര്? ശ്രീലിന്റെ കടയിലുണ്ട് എം കഫേ. ഞാൻ അവിടുത്തെ വെയിറ്റർ ആണെന്നിരിക്കട്ടെ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ അവിടെ സാധനം സപ്ലൈ ചെയ്യുന്ന സമയത്ത് രജനീഷും മനുവും ദീപും ജയകുമാർ ഏട്ടനും കൂടെ അവിടേക്ക് വന്നു. നിങ്ങൾ എൻ്റെ അടുത്തെല്ലാം സംസാരിച്ചു, ഞാൻ എല്ലാ സാധനവും ചെയ്തു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഓക്കെ ആണല്ലേ, കാണാം എന്ന് പറഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്ന് കയറുന്നത് ഞാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിലും കൂടെ. എന്നിട്ട് ചോദിക്കും അനിൽ എന്തേ? അപ്പൊ മകേഷാ വന്ന് കയറുന്നു. അനിൽ എന്തേ? അത് അനിൽ ഇവിടുന്ന് പോയി. സൈക്കോളജിക്കലി കസ്റ്റമറെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നാ പറയുന്നത്. അവര് തിരിച്ചിവിടേക്ക് വരില്ല. നിങ്ങളുടെ ഓരോ സ്റ്റാഫ് പോകുമ്പോഴും അവരൊരു പറ്റം കസ്റ്റമറേയും കൂടെ കൂട്ടുന്നുണ്ട്.
ഡാറ്റാബേസ് കൊണ്ടുപോകുന്നല്ല ഉദ്ദേശിച്ചത്. മനോജ് ചേട്ടാ, സ്കൂൾ ലൈനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനോജ് ചേട്ടന്റെ എത്ര കസ്റ്റമേഴ്സിനെ സ്കൂൾ ലൈന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും? ഒത്തിരി പേര് ഡൈവേർട്ട് ആയിട്ട് പോയിട്ടുണ്ട്. കുറെ ആൾക്കാരെ പുതിയ കമ്പനിയിലോട്ട് മാറി, അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലോട്ട് തന്നെ ഒരുമാതിരിപ്പെട്ട കസ്റ്റമേഴ്സ്, മെയിൻ കസ്റ്റമേഴ്സ്. മനോജ് ചേട്ടൻ പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണ്, അങ്ങോട്ട് കോൺടാക്ട്. സ്റ്റാഫിന്റെ കൊഴിഞ്ഞുപോക്ക് കസ്റ്റമർ റീറ്റൻഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സച്ചിൻ, നമുക്ക് ഡിസ്കഷൻ പിന്നീട് കൊണ്ടുപോകാം. സെഷന് ശേഷം ഡിസ്കഷൻ. യെസ്, സ്റ്റാഫ് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു പറ്റം കസ്റ്റമർ കൂടും. Your competitor is always behind your customer. കഴുകനെ പോലെയാണ് നമ്മളുടെ കോമ്പറ്റീറ്റർ. അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ആസ് ആൻ ഓൺട്രപ്രണർ, നമ്മൾ ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഈ കാക്കയും പരുത്തൊന്നും റാഞ്ചാതിരിക്കാൻ വേണ്ടി ചിറകിന്റെ അടിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ആയിരിക്കണം കോമ്പറ്റീറ്റേഴ്സ് റാഞ്ചാതെ നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഒരു ഓൺട്രപ്രണർ അതുപോലെ കൊണ്ടുപോകാൻ പറ്റണം. ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം കസ്റ്റമറെ. ഒരാള് പോലും ഇതിൻ്റെ അകത്തൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ആരാണ് ഈ ഒരാൾ? പ്രോഫിറ്റബിൾ കസ്റ്റമർ. മോഹൻ ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് 18 പേരെ കുറിച്ച്, വജ്രായുധങ്ങളെ കുറിച്ച്. ഈ 18-ന് പകരം മോഹൻ ചേട്ടന്റെ ടീമിലുള്ള 18,000 പേരെ ഒരുപോലെ നോക്കുകയായിരുന്നെങ്കിൽ മോഹൻ ചേട്ടൻ ഇന്നൊന്നും ആവത്തില്ല. ആ 18 ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 18 പേരെ ചേർത്ത് നിർത്തിയിട്ട് നിനക്ക് എന്താടാ വേണ്ടേ, നീ എന്തിനാ പുറത്തു പോന്നേ, നീ എന്നോട് പറ നിനക്ക് എന്ത് വേണം. ആ ചേർത്ത് നിർത്തിയ ആ അമ്മ കോഴി ചെയ്ത പോലെ ആ ചിറകിനടിയിൽ നിർത്തി കൊണ്ടുപോയതാണ് മോഹനൻ ചേട്ടന്റെ വിജയം. അമ്മേ കറക്റ്റ് മോഹനൻ ചേട്ടാ? ഒരു പരുന്തും കൊത്താതെ കൊണ്ട് നടന്നതല്ലേ ഇതുവരെ? 100% കറക്റ്റ്. 18 വർഷമായിട്ടുണ്ട് എല്ലാവരും. പ്രോഫിറ്റബിൾ കസ്റ്റമറെ നിർത്തിയില്ല. പകരം ഈ 18,000 പേരെയാ നോക്കുന്നെങ്കിൽ ഈ 18 പേർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. അവരെപ്പോഴേ പല വഴിക്ക് പോയാണ്. അപ്പൊ എന്താ പറഞ്ഞേ? പ്രോഫിറ്റബിൾ കസ്റ്റമറെ നിലനിർത്തുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റബിൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം ഹനീഫിക്കയുടെ കടയിലേക്ക് ഞാൻ വന്ന് കയറുക. ഞാൻ ഓടി വരുന്നത്, ഞാൻ എങ്ങനെ അതുവഴി പോയപ്പോ ഞാൻ ഷാർജയിൽ നിന്ന് ഉമൽക്കോയിലേക്ക് പോകുന്ന വഴിയാണ് അജ്മാനിലെത്തി. അയ്യോ, ചാർജർ എടുത്തില്ല. പെട്ടെന്ന് ഞാൻ കയറിയിട്ട് ഒരു ചാർജർ, അത് എനിക്ക് ഡേറ്റ കേബിൾ മാത്രം മതി. ഡേറ്റ കേബിളും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആ സാധനം മാത്രം മതി. ഏതാ? നമ്മുടെ പവറിലേക്ക് കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ മാത്രം മതി. നോക്കുമ്പോൾ അഡാപ്റ്റർ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ദിറം പോലും ലാഭം കിട്ടത്തില്ല. അതേസമയം ഹനീഫിക്കയ്ക്ക് അറിയാം, ഇപ്പോ ഇതേ ഇവൻ മേടിക്കുന്നുള്ളെങ്കിലും ഇവൻ വന്ന വണ്ടി കൊള്ളാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കൊള്ളാം, പ്രോഫിറ്റബിൾ ആണ്, എന്നെ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആക്കി അവിടെ നിന്ന് വിടും. ഞാൻ പിന്നെ എപ്പോഴായാലും എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആ കടയിൽ തിരിച്ചു വരുന്നു എന്ന് ഹനീഫിക്ക് ഉറപ്പുവരുത്തും. പക്ഷെ ഇത് നമ്മുടെ സ്റ്റാഫിന് അറിയത്തില്ല. ആ കുരങ്ങന്മാരുടെ പ്രശ്നം, അയാളുടെ അവർ അഡാപ്റ്റർ എടുത്തു വിടും. പ്രശ്നം അവർക്ക് ഇതിനെ വേർതിരിച്ചറിയത്തില്ല. ഇപ്പൊ ഈ ചെറുതാ മേടിക്കുന്നെങ്കിലും നാളെ ഇവൻ വലുത് മേടിക്കും എന്നറിയത്തില്ല. അപ്പോഴും ഇവൻ ഈ ഒരു ദറത്തിന്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഒരു ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമറുടെ അടുത്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നവന്റെ അടുത്തേക്കായിരിക്കും എന്നെ കെയർ ചെയ്യാതെ ഇവന്റെ അറ്റൻഷൻ പോകുന്നത്. അവനും മേടിക്കത്തില്ല, ഞാനും സാറ്റിസ്ഫൈഡ് അല്ലാതെ ഇറങ്ങിപ്പോകും. അതുമില്ല ഇതുമില്ല. ഹനീഫിക്ക, നടക്കുന്ന കാര്യമാണോ?
കാരണം ഈ കച്ചറ ഉണ്ടാക്കുന്ന ആളുകളെ കൂടെ അല്ലേ നമ്മൾ നിൽക്കുക, കാരണം ഈ ശല്യം ഒഴിയണ്ടേ. യെസ്. പക്ഷെ ഹനീഫയ്ക്ക് അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ? എന്നിട്ട് ആരെങ്കിലും പിള്ളേരോട് പറയടാ ഇവർക്ക് എന്തുവാന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇക്ക പൂർണ്ണമായിട്ടും അവരുടെ അടുത്തേക്ക് മാറും. അവരുടെ പൊസിഷൻ എന്ത് ഒക്കെ നിങ്ങൾ അറിയണം, അവരെന്താണ് ഡ്യൂട്ടി വർക്ക്. യെസ്. അപ്പോ ഫസ്റ്റ് ടൈം വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ കസ്റ്റമറെ കാറ്റഗറൈസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. എങ്കിലേ നമുക്ക് ആരെ റീറ്റെയിൻ ചെയ്യണം ആരെ ഒഴിവാക്കണം എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെ കരുനാഗപ്പള്ളി പപ്പേട്ടൻ ഇതിലുണ്ടെങ്കിൽ പപ്പേട്ടൻ അറിയാം. കായംകുളത്ത് നിന്ന് 16 കിലോമീറ്റർ അപ്പുറത്ത് പപ്പേട്ടന്റെ സ്ഥലമാണ് കരുനാഗപ്പള്ളി. അവിടെ ഒരു ചെറിയ മാളുണ്ട്. അതിൽ ചിക്കിങ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. ചിക്കിങ് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നു. കായംകുളത്ത് ഈ 16 കിലോമീറ്റർ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു 15 ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് എങ്കിലും ഉണ്ട്. പക്ഷേ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പം മായയ്ക്ക് അവിടെ പോയാൽ മതി, പപ്പുണ്ണിക്ക് അവിടെ പോയാൽ മതി, എനിക്കും അവിടെ പോയാൽ മതി. കാര്യം എന്താണെന്നറിയാം? അവിടെ തന്നെ ഇതുകൂട്ടൊരു ചെറിയ ഏരിയ അവർ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കി നല്ല നീറ്റാണ്. കുഞ്ഞുങ്ങൾ വീണാൽ അവർക്കൊന്നും സംഭവിക്കില്ല. അവിടെ ഒരാളിനെ നിർത്തിയിട്ടുണ്ട്. ധൈര്യത്തെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അതിൻ്റെ അകത്ത് നിർത്തി അവർ ബോൾ പൂളിന്റെ അകത്തും ഇതുകൂട്ടുള്ള കുറെ സംഭവങ്ങൾ അതിൽ കിടപ്പുണ്ട്. അതിൽ കിടന്ന് അവർ കളിച്ചുകൊണ്ടിരുന്നോളൂ. പപ്പുണ്ണിക്ക് ഇത് കളിക്കുന്ന ഇഷ്ടമാണ്. അരമണിക്കൂർ എടുക്കും ഈ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഈ അരമണിക്കൂർ ഇവരെ പോറ്റുക എന്ന് പറയുന്നത് ഇത്തിരി പണിയുള്ള കാര്യം. അതുകൊണ്ട് മായയ്ക്കും അത് ഇഷ്ടമാണ്. മായയ്ക്ക് സന്തോഷം വരുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇവര് രണ്ടുപേരും സന്തോഷിക്കുന്നത് അവിടെ ആയതുകൊണ്ട് എനിക്കും അവിടെ പോകുന്നത് ഇഷ്ടമാണ്. എല്ലായിടവും തരുന്നത് ഫ്രൈഡ് ചിക്കൻ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 16 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകും? കേവലം ഒരു സ്റ്റോർ എന്നുള്ളതിൽ നിന്ന് മാറി അതൊരു ഡെസ്റ്റിനേഷനായിട്ട്, ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിക്കഴിയുമ്പോൾ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമ്മളുടെ ഷോപ്പിനെ മാറ്റാൻ നമുക്ക് പറ്റണം. ഇതിനൊന്നും വലിയ ചെലവുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ആമസോണിൽ കയറി ഇതെല്ലാം അതിന്റെ തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. So you have to convert your store into a destination, a place where family likes to come, or a place where customer always likes to come back. നമ്മുടെ സ്റ്റാർബക്സിൽ നടക്കുന്ന എന്താ? ഒരു പ്രത്യേകതരം മണം ഒരു പെർഫ്യൂം കമ്പനിയെ കൊണ്ട് സ്റ്റാർബക്സ് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ആ ഷോപ്പിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ, ആ ഷോപ്പിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു അഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മണം. വീണ്ടും 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 അതിലേക്ക് കയറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു മണം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദെയർ പ്രൊഡക്റ്റ്. It's just making us to go back to them again and again. Right? നമ്മളുടെ ഷോപ്പിലേക്ക് വന്ന ഒരാൾ, നമ്മളുടെ ബിസിനസ്സിലേക്ക് വന്ന ഒരാൾ, അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി കണക്ട് ചെയ്യണം. എന്തിനാന്ന് ചോദിച്ചാൽ അവരിടുന്ന പോസ്റ്റിന്, നമ്മളിടുന്ന പോസ്റ്റ് അവരെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുകയും ഷെയർ ചെയ്യിപ്പിക്കുകയും മാത്രമല്ല, അവരതൊക്കെ ചെയ്യും. എപ്പോഴാണെന്നറിയോ? അവരിടുന്ന പോസ്റ്റ് നമ്മൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്താൽ. മനു, ഒരു ചോദ്യം. മനു ഇടുന്ന പോസ്റ്റ് റെഗുലർലി ലൈക്കും കമന്റും ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് മനുവിന് അറിയത്തില്ലേ? മനുവിന്റെ സപ്ലയേഴ്സിനെ മനുവിന് അറിയത്തില്ലേ? ഫ്രണ്ട്സിനെയും ഫാമിലി സർക്കിളിനെയും അറിയത്തില്ലേ? അവരോടൊരു പ്രത്യേക സ്നേഹവും ഒരു കെയറും മനുവിന് തിരിച്ചുമില്ലേ? തിരിച്ചും ചെയ്യാറുണ്ട്. യെസ്, അതാ. നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ അവരിങ്ങോട്ടും ചെയ്യും. നിങ്ങൾ അങ്ങനെ റെഗുലർലി അവരുടെ ഇതിന് കമന്റും ലൈക്കും കൺഗ്രാറ്റ്സും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ
അവൻ പിന്നെ മറ്റൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കത്തില്ല എന്നേ. ഈ സോഷ്യൽ മീഡിയ ചുമ്മാ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാനുള്ള സാധനമല്ല. ബിസിനസ്സിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം ഇതിനെ. സോ കണക്ട് ദം വിത്ത് ഇൻ സോഷ്യൽ മീഡിയ. ഷോറൂം എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അതല്ലാതെ ഇപ്പം ഡോക്ടർ ഷാഹുലിന്റെ കൺസൾട്ടിങ്ങിലേക്ക് ഞാൻ വരിക. ഞാനൊരു 2 കൊല്ലമായിട്ട് ഇവിടെ വരുന്നുണ്ട്. വരുന്ന അന്ന് തൊട്ട് ഞാൻ കാണുന്ന ഒരു മൂലയ്ക്ക് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഡോക്ടർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കിത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്താ ഇതിൻ്റെ അകത്ത് ഇപ്പം നടക്കുന്നത് എന്ന്. പക്ഷെ ഒരു ദിവസം ഞാൻ വരുമ്പോൾ കാണുന്നത് ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്നു. ഡോക്ടർ ഇന്ന് പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഒരു 2 മാസം ഇരിക്കലെ ഇതിനകത്ത് ഇന്റീരിയർ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ, നിങ്ങൾ ഇരിക്കുന്ന ടേബിളിന്റെ, നിങ്ങൾ വെച്ചിരിക്കുന്ന ഓരോ സംഭവത്തിന്റെ പൊസിഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. കസ്റ്റമർക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് ഫ്രഷ്നെസ് വിൽ ആസ്ക് ദം ടു കം ബാക്ക് അഗൈൻ. അതല്ലെങ്കിൽ അവരങ്ങ് തീരുമാനിക്കുക അത് അന്ന് തൊട്ടേ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. സോഫ ഇട്ടിരിക്കുന്നതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതി. എന്താ ഡോക്ടറെ ഒരു മാറ്റം ഉണ്ടല്ലോ മൊത്തത്തിൽ? അപ്പൊ എന്താ, നമ്മൾ വളരുകയാണ്, നമ്മൾ അപ്ഡേറ്റഡ് ആണ്, നമ്മളിങ്ങനെ തെറിച്ച് നിൽക്കുകയാണ് എന്ന് കസ്റ്റമർക്ക് തോന്നുമ്പോൾ അവൻ വീണ്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. വേറൊരു ഓപ്ഷനും അവൻ തേടി പോകത്തില്ല. പക്ഷെ എന്നും ഒരുപോലെ ഇരുന്നാൽ അവർക്കതിൽ പ്രത്യേകിച്ച് ഫീൽ ഒന്നും വരത്തില്ല, ഒന്നും തോന്നില്ല അവർക്ക്. എന്റെ ചോദ്യം, നമ്മളെല്ലാവരും കസ്റ്റമേഴ്സാണ്. ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. റീസെന്റ് ആയിട്ട് നിങ്ങൾ പോയ ഒരു ഷോപ്പ്, അവിടുത്തെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സെക്യൂരിറ്റിയുടെയോ ആ റിസപ്ഷനിൽ നിന്ന പെണ്ണിന്റെയോ ഒരൊറ്റ ബിഹേവിയർ കൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിമേല ഈ കടയിൽ ഞാൻ വരില്ല എന്ന്. ഉണ്ടോ? പ്രൊഡക്റ്റ് നല്ലതാ, സർവീസ് നല്ലതാ, നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ശരിയാണ്. പക്ഷെ ആ ഫ്രണ്ട് ലൈനിൽ നിന്ന് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോ സെക്യൂരിറ്റി എടുത്ത് മാറ്റം അവിടുന്ന് തീർന്ന്. ഭർത്താവിനോട് പിണങ്ങി നിന്ന പെണ്ണായിരുന്നു റിസപ്ഷനിൽ നിന്നത്. നമുക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ തന്നില്ല, തിരിച്ചു പോവില്ല. അതുകൊണ്ട് എവിടൊക്കെ കീ ഏരിയാസിൽ കസ്റ്റമറെ ഫേസ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടോ, മേക്ക് ഷുവർ ഒന്ന് കാണാൻ കൊള്ളാവുന്ന, ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ സൗന്ദര്യമല്ല, നല്ല ചിരിയുള്ള, ചിരിക്കാൻ അറിയാവുന്ന, കസ്റ്റമറെ മനസ്സിലാക്കുന്ന, എംപതറ്റിക് ആയിട്ടുള്ള, സഹതാപത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റാഫിനെ ഫ്രണ്ട് ലൈനിൽ ഇട്ട് കൊടുത്താൽ 60% കസ്റ്റമേഴ്സ് തിരിച്ചു വരും നമ്മളുടെ കടയിൽ. ആൻഡ് വൈസ് വേഴ്സ. നല്ലൊരു CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് റവന്യൂ വരുന്നത് 52% എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നാണ്. മുനീറിക്കയുടെ കയ്യിൽ നിന്ന് 12 സെയിലും ദീപകിന്റെ കയ്യിൽ നിന്ന് 5 സെയിലും മോഹനൻ ചേട്ടന്റെ 15 സെയിലും 32 ലക്ഷം രൂപ. 32 സെയില് ഞാൻ പ്രത്യേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യണം, എത്ര സ്റ്റാഫിനെ ഞാൻ വെക്കണം അല്ലേ? 32 പുതിയ കസ്റ്റമറെ പിടിക്കണമെങ്കിൽ. പകരം ഞാൻ എന്താ ചെയ്തേ? 3 പേരെ ടേക്ക് കെയർ ചെയ്തു. അവര്
ഈ 32 പേരെ കൊണ്ടെത്തും. ഈ 3 പേരെ കെയർ ചെയ്യുന്നതിന് എനിക്ക് 1 രൂപയുടെ ചെലവുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? സോ നിങ്ങൾ ചിന്തിച്ചു വെദർ പുതിയ കസ്റ്റമറുടെ പുറകിന് പോകണോ, എക്സിസ്റ്റിംഗ് കസ്റ്റമറെ ഫോളോ ചെയ്യണം. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുത്തോണ്ടേ ഇരിക്കുക തിരിച്ചു വരുന്നതിന് വേണ്ടി. ഒരു സാധനം മേടിച്ചു കഴിയുമ്പോൾ ഓക്കെ സാർ ഇതാണ്ട് നമ്മുടെ ഒരു കൂപ്പൺ ഉണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാറിന് ഇതിന് 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ, ഇതാണ്ട് ആ കൂപ്പൺ. സാറിന് ഒരു SMS വന്നിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ SMS കോഡ് കാണിച്ചാൽ മതി, സാറിന് ഒരു 5% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. എന്താ, ഒരു വട്ടം കൂടെ അവനെ വരുത്തിക്കുക. ആ 5% ഡിസ്കൗണ്ട് സത്യമായിട്ട് ഞാൻ പറയുക, പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നതിനേക്കാൾ പൈസ ചെലവ് കുറവാണ് ഈ 5%. നമ്മൾ മറ്റേതിന്റെ ചെലവ് കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കൊടുക്കുന്ന ഓഫർ ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നത്. ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എത്രയാണെന്ന് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പുതിയ കസ്റ്റമർ മതി, പഴയത് വേണ്ട എന്ന് തീരുമാനം, അല്ലെങ്കിൽ ഈ പഴയ ആളിന് കൊടുക്കുന്ന ഈ ചെറിയൊരു ഡിസ്കൗണ്ടിനെ കുറിച്ച് ഇത്ര ആവലാതി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഓൾവേസ് ട്രൈ ടു ഗിവ് ദം a positive experience and be accessible. And to my team, നമുക്ക് 10x ഗ്രോത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ 10 ഇരട്ടി എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ you should have to take care of your customer and you should learn to retain your existing customer. Thank you. Yes. ഗുണകരമാണോ, യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സത്യമാണോ പറഞ്ഞതൊക്കെ? ഒരു തെറ്റുകൾ എവിടൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായോ? ഇന്നലത്തതും അതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. യെസ്, താങ്ക് യു. എന്നാ നമ്മുടെ ഇവിടെ യൂസ്ഫുൾ അല്ലാത്ത അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്തിന്റെ സ്ലൈഡാ കിട്ടാത്ത? ഇന്നലത്തെ കിട്ടിയില്ല. ഇല്ല. മനു പുതിയ മെമ്പേഴ്സിന് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ, അതിന്റെയാണ്. നാളത്തോണ്ട് എല്ലാ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മെന്റേഴ്സിന് ഇപ്പൊ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. സ്ലൈഡ്സ് മെന്റേഴ്സിലെത്തും, മെന്റേഴ്സ് ലീഡേഴ്സിലെത്തിക്കും, ലീഡേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. കിട്ടിയില്ലെങ്കിൽ ലീഡേഴ്സിനോട് ചോദിച്ചാൽ മതി, ഞാനല്ല ഉത്തരവാദി. ലീഡറെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദി. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇച്ചിരൂടെ എന്താ ചെയ്യണ്ടേ? കരച്ചിലൊക്കെ നിർത്തുകയല്ല വേണ്ട, ഉറക്കം കരയണം, നെഞ്ചം പിടിച്ച് കരയണം. സെറ്റ് ആവുന്നുണ്ട് സാർ. ഗൂഗിൾ ഡോക്സ് എല്ലാം അപ്ഡേറ്റ് ആയി, ഇന്നലെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഷിൽഡുമായിട്ട് ഇരിക്കുന്നുണ്ട്, ക്ലോസ് ചെയ്യാം. നാളത്തേക്ക് ആരുടെയും പരാതി ഉണ്ടാവില്ല പരാതി. ഓക്കെ, ഈ പറയുന്ന ടീം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ലീഡേഴ്സ് ആയാലും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും പല ട്രെയിനേഴ്സിന്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവരാണ്. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബഞ്ച് ഓഫ് സ്റ്റാഫ് ആണ് നിങ്ങളെ വിളിക്കാനും കാര്യങ്ങൾ തിരക്കാനും ഒക്കെ ആയിട്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഇപ്പം മനു വിളിക്കുന്നു, അല്ലെ ശ്രീലലി വിളിക്കുന്നു, അല്ലെ മനോജേട്ടൻ വിളിക്കുന്നു, അല്ലെങ്കിൽ റബീന വിളിക്കുന്നു, ജോസഫ് അച്ചായും ജേക്കബ് അച്ചായും വിളിക്കുന്നു. അവര് നിങ്ങളെ വിളിച്ചിട്ട് പറയാം, അതാണ് നാളെ ക്ലാസ്സിൽ കയറണം കേട്ടോ, 4:30 അല്ലെ 7:30 വരണം കേട്ടോ എന്ന് പറയുന്നതും, നമ്മുടെ ഒരു സ്റ്റാഫ് പെൺകൊച്ചുകള് സാർ എന്താ സാറേ ക്ലാസ്സിൽ കയറാത്ത എന്ന് ചോദിക്കുന്നത് രണ്ടാ. അവര് ചോദിച്ചാൽ മൈൻഡ് ചെയ്യില്ല. അതേസമയം നമ്മളുടെ കൂടെ ഉള്ളവർ ചോദിക്കുമ്പോൾ നമുക്ക് ആ സീരിയസ്നെസ് കിട്ടും. മനസ്സിലാവുന്നോ? അതിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സ്ട്രക്ചർ എന്തിനാന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ അയച്ചു കൊടുക്കുന്നത് മെന്റേഴ്സിനാണ്, മെന്റേഴ്സ് ലീഡേഴ്സിനാണ്, ലീഡേഴ്സിൽ നിന്ന് താഴോട്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ വളരെ ചുരുക്കം ആളുകളുമായിട്ട് മാത്രമേ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പാടും. ബാക്കി ഹയറാർക്കി ആയിരിക്കണം പോകുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കൂടിയായിരിക്കണം കാര്യം നടക്കുന്നത്.
എങ്കിലേ വളരാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നു പോകും. അപ്പൊ മോഹൻ ചേട്ടൻ ചെയ്ത പോലെ മനു നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലേക്ക് മനുവും ശ്രീലും ഉയരുക. മനുവും ശ്രീലും ഇത്രയും നാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ അത് ഇനിയുള്ള ലീഡേഴ്സിനെ ഏൽപ്പിക്കുക. അങ്ങനെ നമുക്കിതിൽ വളർന്നു പോകാൻ പറ്റും. ഇത് നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഇതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ കസ്റ്റമർ റിറ്റൻഷൻ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. തിങ്കൾ തൊട്ട് വ്യാഴം വരെ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്ക് വെച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അന്നത്തെ ദിവസം ആ ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യാവുള്ളൂ. മറ്റൊരു എക്സ്റ്റേണൽ കാര്യങ്ങളുടെയും ഡിസ്കഷനിലേക്ക് പോകണം. ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും തമ്മിലടിക്കാനും ഒക്കെ നമുക്ക് വെള്ളി ശനി ഞായർ 3 ദിവസം ഇടിയിടാനുണ്ട്. 4 ദിവസം പ്യുവർലി ക്ലാസ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും, വേറെ ഒന്നും വേണ്ട. റൈറ്റ്? വേറെ ഒരു സാധനവും നമുക്ക് വേണ്ട. അപ്പോ കസ്റ്റമർ റിറ്റൻഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ നല്ല കിടുക്കൻ സാധനം കേട്ടോ. പ്ലേ ബോയ് ഓഫ് ദ ഈസ്റ്റ് വിജയ് മല്യ കേസ് സ്റ്റഡി പൊളിക്കാൻ നാളെ. മസാല മൊത്തം. നമ്മളെ കസ്റ്റമർ റിട്ടൻഷനെ ഇൻഡിഫറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഹൈലി സാറ്റിസ്ഫൈഡ്? അവർക്ക് വലിയ പുതുമയൊന്നും തോന്നിയതും ഇല്ല, എന്നാൽ നീരസവും തോന്നിയില്ല. എക്സൈറ്റഡും അല്ല, കുഴപ്പം, ഞാൻ വന്നു, സാധനം കിട്ടി, പൈസ തന്നു, പോയി, അത്രേ ഉള്ളൂ. പിന്നെ അവര് വരാതിരിക്കാം. അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. പിന്നെ ഇതിന്റെ അകത്ത് എടാ കേൾക്കാൻ പറ്റുന്നില്ല. CRM ആണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അബ്സല്യൂട്ട്ലി. കസ്റ്റമർ റിറ്റൻഷനിൽ CRM ഇല്ലെങ്കിൽ നടക്കില്ല. സർ, ഞാനൊരു കേസ് സ്റ്റഡി പോലെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ 85% ഓഫ് ദി കസ്റ്റമേഴ്സും റീറ്റെയിൻഡ് കസ്റ്റമേഴ്സ്. എനിക്ക് പ്രത്യേകിച്ച് വേറൊരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IT കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ലെവലിലുള്ള ഒരു പ്രോസസ്സാണ്. ഒരു 1 or 2 months അല്ലെങ്കിൽ 6 months നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം ഇവര് കസ്റ്റമേഴ്സ് ജഡ്ജ് ചെയ്യുന്നത് അവർക്ക് അറിയാവുന്ന, ഇപ്പൊ ലെറ്റ്സ് സേ ഒരു വെൽ നോൺ IT കൺസൾട്ടന്റ് ആണ്, പക്ഷെ സിംഗിൾ ഫിംഗറിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ അണ്ടർ എസ്റ്റിമേഷൻ വന്നു. ബിക്കോസ് ഈ ഒരാളെടുത്ത് നിന്ന് അത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷനാണ്. അപ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ്, ഇത് എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവണം. ഒന്ന്, ഞങ്ങളുടെ പേയ്മെന്റ് വരുന്നത് 40-30-30 ആണ്. ഒരു മീഡിയം റേഞ്ചിലുള്ള, ഇപ്പം അല്ല ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ 50-50 ആണ്. പക്ഷെ അല്ലെങ്കിൽ 40-30-30 ഇല്ലെങ്കിൽ 20 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും വലിയ വലിയ പ്രൊജക്ട്സിന്. ഈ ലാസ്റ്റ് പേയ്മെന്റ് പലരും പേയ്മെന്റ് ഇടില്ല. അവരവിടെ അത് പെൻഡിങ്ങിൽ വെക്കും. ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പെൻഡിങ്ങിൽ പേയ്മെന്റ് കിടക്കുന്നതുകൊണ്ട് അവര് പിന്നെ വരില്ല. അടുത്ത എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് പല കസ്റ്റമേഴ്സും അടുക്കാതിരിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സിന് ഞാൻ റൈറ്റ് ഓഫ് ചെയ്തിട്ടാണ്. അവർക്ക് റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അവർ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇല്ലയോ, ചില ആളുകൾ പോകുന്നുണ്ട്, ചില ആൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ പേയ്മെന്റ് വൻ ചോദിക്കുക എന്നുള്ളത് ഒന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2008 ഞാൻ കമ്പനി ഫോം ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഞങ്ങൾ ഓണേഴ്സ്, ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 24 hours വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ 12 മണിക്ക് വിളിച്ചാലും 2 മണിക്ക് വിളിച്ചാലും ഞങ്ങൾ ആക്സസിബിൾ ആണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നമ്പർ ഓഫ് ക്ലയൻസ് കൂടുതലാണ്, അപ്പൊ ഞങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ഈ പഴയ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ഈ പ്രിവിലേജ് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയും. ഇപ്പൊ KST, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, കേരളയിലെ ഒറ്റ മറുപടി പറയാം, ഒറ്റ ഉത്തരം പറയാം. ഇത് കാരണം ഒരു ബിസിനസ് തന്നെ നിർത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് അതിന്റെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള ഒറ്റ സൊല്യൂഷൻ ഉള്ളു. ഞാൻ ആ പണി നിർത്തി. ഞാൻ കഥ പറയാം. നാട്ടിലായിരുന്നു, കായംകുളത്ത് ഞാൻ ഇന്റീരിയർ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത് മുഴുവൻ അച്ഛൻ ഇവിടുത്തെ വലിയൊരു ഫേമസ് ആണ്, പാർട്ടിയുടെ ഒക്കെ ഭയങ്കര ഉയർന്ന ഇതിലുള്ള. ഈ പറഞ്ഞ തൊട്ട് ലാസ്റ്റ് ഒരു 10%, അതാണല്ലോ ഇന്റീരിയർ വർക്കിന്റെ അകത്ത് ആകെ നമുക്ക് കിട്ടുന്നത്. അതാ ഞാൻ ലാസ്റ്റ് പേയ്മെന്റ് ചോദിക്കുമ്പോഴത്തേക്കിന് പറയാം,
കഴിവറാ മോനെ, നിനക്കറിയാമോടാ, നീ ചന്ദ്രനോട് പോയി ചോദിക്കടാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നീ എന്റെ അടുത്ത് പൈസ, ഞാൻ അതോടുകൂടി ആ ബിസിനസ്സേ ഞാൻ നിർത്തി. എന്റെ അടുത്ത് ഇതിന്റെ സൊല്യൂഷൻ ചോദിച്ചാൽ ഞാൻ എന്തോ പറയാൻ. രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇതിനേക്കാളും ഫണ്ണി ആയിട്ടുള്ളത്. ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ ഈ 24 hours വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഈവൻ മൂവി തിയേറ്ററിലാണെങ്കിലും പുറത്തു പോയി കോൾ എടുക്കും. കസ്റ്റമേഴ്സിന്റെ കോൾ ഇപ്പൊ ഞാൻ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാം, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഒഫൻസ്, പക്ഷെ മീറ്റിംഗിലാണെങ്കിൽ പോലും ഞാൻ എടുത്തിട്ട് അതിൽ കോൾ ബാക്ക് എന്ന് പറയും. കോൾ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വളരെ റെയർ ആയിട്ടുള്ളൂ. പക്ഷെ ഇത് പലപ്പോഴും ഓഫീസിലെ എംപ്ലോയീസിന് ചെയ്യാൻ പറ്റുന്ന, പുതിയ കസ്റ്റമേഴ്സ് ഇത് യൂസ്ഡ് ആണ്. പക്ഷെ പഴയ കസ്റ്റമേഴ്സ് ഈ ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രശ്നമുണ്ട് രജനീഷ്. ഈ പഴയ കസ്റ്റമേഴ്സിന്റെ പ്രശ്നം എവിടെയാന്ന് ചോദിച്ചാൽ, രജനീഷ് നേരിട്ട് പോയി കുറെ സെയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവര് രജനീഷിന്റെ അടുത്തല്ലാതെ വേറെ എങ്ങും പോകത്തില്ല. കാരണം അവർക്കറിയാം, ഒരു തവണ നമ്മളിലേക്ക് ഡയറക്റ്റ് അക്സസ് കസ്റ്റമർക്ക് കൊടുത്തോ, തീർന്നടാ, നീ തീർന്നു, പിന്നെ രക്ഷയില്ല. പിന്നെ അവർ വേറെ ആരെയും വിളിക്കത്തില്ല. കാരണം അവർക്ക് മനസ്സിലായി ഹയർ അതോറിറ്റി ഇതാണ്, ഇവിടെ വിളിച്ചാൽ എന്തിനാ നമ്മൾ ഈ പലരോടും പറഞ്ഞിട്ട് അവൻ അവിടെ പോയി ചോദിക്കുന്നത്. ഞാൻ നേരിട്ടങ്ങ് വിളിച്ച, നമ്മളായിട്ട് തന്നെ വഴിയെ തെളിച്ചിട്ട് കൊടുത്തതാണ് അതിനു വേണ്ടി. അതുകൊണ്ട് നെവർ എവർ ഓപ്പൺ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ കസ്റ്റമർ. ഓരോ ഓൺട്രപ്രണർ ഒരിക്കലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കരുത്. ഈ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടില്ല, എല്ലാം അബിയ മേടിച്ചിട്ടുള്ളൂ. അതിന്റെ പൂർണ്ണ ഉത്തരവാദി അബിയ, ഞാനല്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അബിയോട് ചോദിക്കാം, എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കും അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടില്ല. അബി തന്ന അക്കൗണ്ടിൽ നിങ്ങൾ പൈസ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ അബിയോടെ പറയത്തുള്ളൂ. ഇതിൽ ആരൊക്കെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്നെ പരിചയമുള്ളവർ വന്നിട്ടുണ്ട്, ഇവരാരും അബി വിളിച്ച ഫോൺ എടുക്കത്തില്ല, അബിക്ക് മറുപടിയും കൊടുക്കത്തില്ല. ആർക്ക് എന്നിലേക്ക് അക്സസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരാളുമായിട്ടും ഇപ്പൊ പേഴ്സണൽ ബന്ധം വെക്കാത്ത. കാരണം ഞാനുമായിട്ട് ബന്ധം വന്നാൽ മനു പറഞ്ഞാൽ കേൾക്കത്തില്ല, ശ്രില്ല് പറഞ്ഞാൽ കേൾക്കത്തില്ല, ലീഡേഴ്സ് പറഞ്ഞാൽ കേൾക്കില്ല, ഈവൻ അബി പറഞ്ഞാൽ പോലും കേൾക്കില്ല. എന്തിനും ഏതിനും എന്നെ വിളിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. കേൾക്കില്ല, വിശ്വസിക്കില്ല. ഇല്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻ. പഴയ കസ്റ്റമേഴ്സിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നല്ല പഴയ പല കസ്റ്റമേഴ്സിനെയും ഞങ്ങള് എന്താ പറയാ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റാർട്ടപ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ആളുകള് നമ്മളാണ് ബെസ്റ്റ് സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ വി ആർ ദി അതോറിറ്റി. ലോങ് ടൈമിലായിരിക്കും പണി കിട്ടുന്നത്. തുടക്കം വലിയ കുഴപ്പം കാണത്തില്ല. തുടക്കം ഇവന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരിട്ട് പോയി പൈസ മേടിക്കുന്നത്. അതാണ് അപ്പോ ഇതൊക്കെ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് ലെവലായെങ്കിലേ നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒന്നും അല്ലാതെ അവസ്ഥയിൽ നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നോ പറയാൻ പറ്റണം. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഒരു 24 ലക്ഷത്തിന്റെ ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നപ്പോഴും ഞാൻ സ്നേഹത്തോടു കൂടി നിരസിച്ചത്. അത് എന്തുകൊണ്ട് അങ്ങനെ സ്ട്രോങ് നോ പറയാൻ പറ്റുന്നു? ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ പഴയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഞാനാണെങ്കിൽ അന്ന് ഞാൻ എന്നെ കുത്തിയിട്ട് ഞാൻ 26 ലക്ഷം രൂപ അന്ന് ഞാൻ മേടിച്ചാൽ, എന്നിട്ട് എന്റെ തല കൊണ്ടുപോയി അവന്റെ കഷത്ത് വെച്ചു കൊടുക്കും. അവരിട്ട് ഞെക്കി കളിച്ചുകൊണ്ടിരിക്കും അടുത്ത ഒരു കൊല്ലം. റൈറ്റ്? യെസ്, ഓക്കെ. എനി അതർ ക്വസ്റ്റ്യൻ? ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ടെ. നമ്മൾക്കിപ്പോ ഇതെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കപ്പ ഇതൊന്ന് മാറിക്കിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ പൈസ നമ്മുടെ കയ്യില് മുന്നെത്തണം ലാസ്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. അതിന് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളും കൊടുക്കാനുള്ള രീതിയില്ല. അപ്പൊ അതിനവിടെ പറയാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നമുക്ക് പറയാവുന്നതാണ്, ഇപ്പൊ ഞങ്ങൾ ഇച്ചിരി സാമ്പത്തിക ടൈറ്റിലാണ് ഒരു കാര്യം. രണ്ടാമത് പിന്നെ വേറെ പറയാവുന്ന ഒരു കാര്യമാണ്, അത് ആളുകളുടെ ഉചിതം പോലെ. ഇപ്പൊ ഒരു പുതിയ പാർട്ട്ണറെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതില് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇങ്ങനെ അവരിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ ഒരു 3-4 ടിപ്സ് പറഞ്ഞു കൊടുത്താൽ അവർ ശരിയായിക്കോളൂ. വെരി ഗുഡ് സർ. താങ്ക് യു. കറക്റ്റ് ആണ്. ശരിയാ രജനീഷ്, വേറെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് ഇത്രയേ ഉള്ളൂ. 100% പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നാല് ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ആദ്യത്തെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ തന്നെ ഒരു പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കണം, ഫൈനാൻഷ്യലിയും പിന്നെ നോളജ് വൈസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അതില് ഒരു കാഴ്ച വരുന്നത്. അതിനിപ്പോ പറയേണ്ടത്, ഞാൻ ഇപ്പൊ ഒരു വലിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്.
അപ്പൊ അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വന്നത്. അല്ലാതെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാനത് ക്രെഡിറ്റും. പക്ഷേ ഇപ്പൊ ഞാൻ വലിയൊരു പ്രോപ്പർട്ടി വാങ്ങിയോ അല്ലെങ്കിൽ വേറൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു എന്ന് പറയണം, ഇൻവെസ്റ്റ് ചെയ്തു പോയി. അപ്പൊ അത് കാരണം ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇച്ചിരി വർക്കുകളെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കണം അതിലേക്ക്. താങ്ക് യു സോ മച്ച് സാർ. ചിരിക്കുന്ന എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന പ്രോബ്ലം ആണത്. രജനീഷ് സാറേ, ഇതിലൊരു സംഭവം എന്താ വെച്ചാല്, നമ്മുടെ കയ്യിലൊരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ അതില് കറക്റ്റ് പേയ്മെന്റ് തരുന്നതും നമ്മള് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പേയ്മെന്റ് തരുന്ന 2 പേരെ 1 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതില് ബാക്കിയുള്ള 8 പേർക്കും 9 പേർക്കും അവര് നമ്മുടെ പെർമനന്റ് കസ്റ്റമർ തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അവരുടെ കയ്യിലിരിക്കുന്നു മാത്രം. പക്ഷെ അവര് അടുത്ത ഓർഡർ തരുന്ന സമയത്ത് ഈ ഓർഡറിന്റെ പൈസ അപ്പോഴും നമുക്ക് കിട്ടും. പക്ഷെ അപ്പോൾ നമ്മുടെ പെൻഡിങ്ങിന്റെ ഒരു എമൗണ്ട് അത് ചിലരുടെ ഒരു മാനസിക ഇതാണ്. അത് ഏത് മേഖലയിലും ഏത് ഫീൽഡിലും ഉള്ളൊരു സംഭവമാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന സർവീസിൽ കുറവേണ്ട. പക്ഷെ ഈ ഒരു കസ്റ്റമർ 2 കസ്റ്റമറില്ലേ, അവർക്ക് ആയിരിക്കണം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇത് ഏത് ബിസിനസ്സിലുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറൈഡ് ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട സർവീസ് പക്ഷെ നമ്മുടെ ഒരു certain പെർസെന്റേജ് അവരുടെ കയ്യിലിരിക്കും. അത് ചിലരുടെ ഒരു മാനസിക നിലപാടാണ് അത്. പക്ഷെ നമ്മൾ അവർക്ക് സർവീസ് കൊടുത്തു, അടുത്ത ഓർഡർ കിട്ടി. അപ്പൊ അവർക്കറിയാം അടുത്ത ഓർഡർ രജിസ്റ്റർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പൊ എടുത്ത ഓർഡറിന്റെ പൈസ കിട്ടും, ബാക്കിയുള്ള ഒരു പെൻഡിങ് എമൗണ്ട് അപ്പോഴും ഏകദേശം അവരുടെ കയ്യിലുണ്ടാവും. അല്ലാണ്ട് നമുക്ക് എന്റെ ബിസിനസ്സിൽ ക്രൈസിസ് വന്നു അല്ലെങ്കിൽ അത്യാവശ്യം വന്നു, അത് ഒരു പ്രാവശ്യം പറയാം. എല്ലാ മാസവും അവർ നമ്മുടെ ക്ലയന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് നമുക്ക് ഓർഡർ തരുന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ പറഞ്ഞ് നമുക്ക് പൈസ വാങ്ങിയെടുക്കാം. ഇതാണ് ബിസിനസ്, അല്ലാണ്ട് അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ചേഞ്ച് വന്നത് അവരെ ബോധ്യപ്പെടുത്തണം. അതൊക്കെ ബോധ്യപ്പെടുത്തി മൊത്തം മാറ്റം വരുത്തണം. നമ്മളിലുള്ള ഒരു വിശ്വാസം അവിടുന്ന് മാറ്റിക്കണം അവനെ. നമ്മൾ നമ്മുടെ പേയ്മെന്റ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പല ടെക്നിക്കും ഉപയോഗിച്ചു. കാരണം നമ്മളുടെ അധ്വാനത്തിന്റെ പൈസ അവൻ തന്നെ എടുക്കും. അപ്പൊ എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കാനുള്ള എത്തിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞ് ഉപയോഗിക്കും. ഇത് ഓർഗനൈസേഷൻസ് എന്നല്ല പ്രോബ്ലം വരുന്നത്, ഇൻഡിവിജ്വൽസ് ആണ്. നല്ല പൊസിഷൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്. മുനീറിക്ക് രജനീഷ് മലപ്പുറത്തല്ലേ, മുനീറിക്ക് ഒന്ന് വിളിക്കുക. നല്ല കൊട്ടേഷൻ ടീമൊക്കെ കയ്യിലുണ്ട്. പോയി കുത്തിന് വിളിച്ച് പൈസ മേടിച്ചോണ്ട് തന്നോളൂ. ഇനി അതേ ഉള്ളൂ മാറും. ജേക്കബ് സാർ, ഇതിനകത്ത് രജനീഷിന്റെ ഈ സെയിം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ രജനീഷ് ചെയ്യാവുന്ന ഒരു സക്സസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമറുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോഴേ ഒരു SLA സോഫ്റ്റ്വെയർ ലൈസൻസ് എഗ്രിമെന്റ് ഉണ്ടാക്കുക. അതിനകത്ത് അവരോട് പറയുക 100% പേയ്മെന്റ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈസൻസ് തരുള്ളൂ എന്ന് പറയാം. അതുവരെ നിങ്ങൾ ഡെമോ ആയിരിക്കും യൂസ് ചെയ്യുന്ന പറയാം. പക്ഷെ ഇത് ഒമാനിൽ നടക്കും, കേരളത്തിൽ നടക്കത്തില്ല. അതാണ് ഞാൻ പറയുന്നതായിരിക്കും സാറേ, തരിക എന്ന് പറയാം. അതിനുശേഷം നമ്മൾ 50% അഡ്വാൻസ് കിട്ടി, 25% ഓൺ ഡെലിവറി കിട്ടുന്നു. ഓക്കെ, 90 ഡേയ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 90 ഡേയ്സിന് ഒരു 80ാമത്തെ ദിവസം ആകുമ്പോൾ തൊട്ട് ഇത് റിമൈൻ ചെയ്യാൻ തുടങ്ങും. യുവർ സോഫ്റ്റ്വെയർ ലൈസൻസ് വിൽ ബി എക്സ്പയർഡ് ഓൺ ഡെമോ വേർഷൻ വിൽ ബി എക്സ്പയർഡ് ഓൺ 10 ഡേയ്സ്, 9 ഡേയ്സ്, 8 ഡേയ്സ്. ഈ അന്നേരം ഇവന്മാര് വിളിക്കും, എന്നാ സംഭവം എന്ന് ചോദിച്ച് വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടില്ല, ഇത് 90ാമത്തെ ദിവസം ഇത് എക്സ്പയർ ആയി പോകുമെന്ന് പറയും. അപ്പൊ ഇവന്മാര് ചിലപ്പം 1000 റിയാൽ തരാനുണ്ടെങ്കിൽ പറയും ഇപ്പൊ എന്റെ അത്രയും ഇല്ല, 500 ഉള്ളൂ, അടുത്ത മാസം 500 വരാന്ന് പറയും. അപ്പൊ ഈ ഡെമോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, 1 മാസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ സക്സസ് ആയിട്ട് ഈ പൈസ 1 രൂപ ഇല്ലാതെ മേടിച്ചെടുക്കാൻ പറ്റും. ഇത് സോഫ്റ്റ്വെയറിൽ നടക്കും. ഞങ്ങൾ കൂടുതലും വെബ് ആപ്ലിക്കേഷൻസും ഓട്ടോമേഷനുമാണ്. ക്ലയന്റിന്റെ സിറ്റുവേഷൻ പഠിച്ചിട്ട് അവരുടെ ലൈവ് സിനാരിയോയിലാണ് ഇത് ഡിപ്ലോയ് ചെയ്യുന്നത്. അവര് തരാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടുള്ള ആക്സസ് പോലും നഷ്ടപ്പെടും. ഈ വെബ് കൺട്രോൾ ആകുമ്പോഴത്തേക്ക് അതിന് ആക്സസ് ഉണ്ടാവുമല്ലോ എന്നാണെങ്കിൽ. ഇല്ല, അവര് സെർവർ കോൺഫിഗർ ചെയ്യും. ക്ലയന്റ് അവരുടെ പേരിലായിരിക്കും ഡിപ്ലോയ്. അത് ഞങ്ങൾ തന്നെ പറയുന്നതാണ്, അവരുടെ നിങ്ങളുടെ പേരിൽ എടുക്കണം എന്നുള്ളത്. അപ്പൊ അവരുടെ പേരിൽ ഈ റിക്കവറി ടെക്നിക്സ് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സാധനം തോന്നുന്നു. നമുക്ക് ഒരു ദിവസം ക്ലാസ് എടുത്താലോ? അതിനകത്ത് ഗുണ്ടായിസ് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാം. ഒരു മെത്തേഡ് എന്താണെന്നറിയോ? അത്യാവശ്യമാണ് സാർ കേട്ടോ, അത് തമാശക്ക് പറഞ്ഞതല്ല. സൗമ്യമായിട്ട് കുത്തിന് പിടിക്കുക എന്നുള്ളത്. അല്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉള്ളായിരുന്നു. നമ്മളൊരു സ്റ്റാഫിനെ പറഞ്ഞങ്ങ് വിടുവായിരുന്നു. ഞാൻ സെയിൽസ് മാനേജറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ ഏറ്റവും നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനെ
പറഞ്ഞങ്ങ് വിടും. ഇവന്റെ അടുത്ത് പറയും നാളെ തൊട്ട് നീ ആ കടയിൽ പോയിരുന്നോളൂ, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല, അവിടെ നിന്ന് ആ പൈസ മേടിച്ചോണ്ട് വരിക. അപ്പൊ ഇവൻ രാവിലെ 9 മണിയാകുമ്പോ കട തുറക്കുന്നതിന് മുന്നേ ആ കടയുടെ മുന്നിൽ കാണും. അത് കഴിഞ്ഞ് അവൻ വന്ന് കട തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇവൻ മാറി അവിടുത്തെ ഒരു കസേര മാറി ഇങ്ങനെ ഇരിക്കും. എന്താ അത് സാറ് പറഞ്ഞു വിടുവന്നിരിക്കാം. കുറെ കഴിയുമ്പോ ഇല്ല അതെ ഞങ്ങൾ ഇട്ടേക്കാം. അല്ല സാർ എന്റെ ജോലി പോകുന്ന കേസ് സാർ, ഇതില്ലാതെ എനിക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം മാനേജർ ആയിരിക്കും അവിടുത്തെ. കുറച്ച് കഴിയുമ്പോൾ മുതലാളി വരും. മുതലാളി വരുമ്പോഴത്തേക്കും മുതലാളി ചോദിച്ചാൽ അവൻ എന്താ ഇട്ടിരിക്കുന്നത്, രാവിലെ തൊട്ടിരിക്കുക ഒരു പൈസ ഇല്ലാത്തതിന്റെ. അപ്പം ഈ മുതലാളി നേരിട്ട് നമ്മളെ വിളിക്കും. ഇതുവരെ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റാത്തവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അല്ലേ നമ്മുടെ അതങ്ങ് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ, ഈ ആഴ്ച തന്നെ നമുക്ക് വലിയൊരു ഓർഡർ വരുന്നുണ്ട്, അതോടൊപ്പം ക്ലിയർ ചെയ്തേക്കാം. സാർ മതി സാർ, ഒരു കുഴപ്പമില്ല, താങ്ക് യു അത് വിളിച്ചെന്ന് പറഞ്ഞ് ആ പയ്യനോടൊന്ന് ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് വെക്കും. അന്നേരം അവൻ വിളിക്കും, സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു. നീ അവിടെ ഇരുന്നോ, നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കുറെ കഴിയുമ്പോ ഇയാളുടെ മാനേജർ വിളിച്ചോട്ട് പറയും, സാർ നമ്മുടെ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ അടുത്ത ഈ ആഴ്ച ചെയ്യാൻ. പറഞ്ഞായിരുന്നു, അത് ചെയ്താൽ മതി. അല്ല പയ്യൻ അവൻ അവിടെ ഇരുന്നോട്ടോ കുഴപ്പമില്ല. വീണ്ടും മുതലാളി വിളിക്കുമ്പോ പറയും, അല്ലേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ, അപ്പൊ പിന്നെന്താ ഇവിടെ ആളിരിക്കുന്നു. സാറേ ഞാൻ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്ന ഒരു പാവം പയ്യനാണ്, അവനവിടെ ഇരുന്നോട്ടോ ഒരു കുഴപ്പമില്ല. എന്റെയും ജോലി തുലാസിലാണ്, അവന്റെയും ജോലി തുലാസിലാണ്. സാറിന്റെ ഈ പേയ്മെന്റ്, സാറിനെ പോലെ കുറെ പേരുടെ പേയ്മെന്റ് കിട്ടാനായിട്ടുണ്ട്, അതുമായിട്ട് വന്നെങ്കിലേ അവന് ഇവിടെ കയറാൻ പറ്റൂ, എനിക്കും ഇവിടെ നിലനിൽപ്പുള്ളൂ. പിന്നെ സാറേ ഞാൻ ശമ്പളം കൊടുക്കാം, അവനെ അവിടെ വെറുതെ ഇരുത്തരുത്. സാറിന് വല്ല ബാങ്കിൽ പോകാനോ നാരങ്ങ വെള്ളം മേടിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ അവനെ പറഞ്ഞു വിട്ടാൽ മതി, നല്ല പയ്യനാ, വിശ്വസിക്കാം, കൂടെ നിർത്തിക്കും. അവിടെ ഇരുന്ന് അന്ന് ഉച്ചയ്ക്ക് മുന്നേ അവൻ പൈസ മേടിച്ചുകൊണ്ട് കടയിൽ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം ഈ സ്ഥാപനത്തിൽ കുറെ ക്യാൻസർ ഉള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, ഇവന്മാർ ഇതങ്ങ് ആഘോഷിക്കുമ്പോ ഇരിക്കുന്ന കാശ് കൊടുക്കാനുള്ളവരൊക്കെ കൊണ്ടുവന്ന് ഇവന്മാർ ആഘോഷിക്കുന്നത് ഒരിക്കലും മുതലാളിക്ക് സഹിക്കത്തില്ല. ഇയാളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും. ഇതേ പ്രശ്നമാണ് കൊല്ലത്തുണ്ടായത്. എന്നിട്ട് ഇയാൾ വിളിച്ചിട്ട് കൊട്ടേഷൻ ടീമിനെ വെച്ചിട്ട് ഈ പയ്യനെ അടിപ്പിച്ചു, അവിടെ ആകെപ്പാടെ പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് അർഹതപ്പെട്ട പൈസയാണെങ്കിൽ അത് വലിയ താത്വികനായിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. ബിസിനസ്സാ ചെയ്യുന്നത്, ചാരിറ്റി അല്ല. കുത്തിന് പിടിച്ചെങ്കിൽ കുത്തിന് പിടിച്ച് തരാനുള്ള പൈസ മേടിച്ചേ പറ്റൂ, മേടിച്ചിരിക്കണം. കാരണം ഈ പൈസ നിങ്ങളുടേതല്ല പോട്ടെ എന്ന് വെക്കാൻ, ഇത് കമ്പനിയുടെ പൈസയാണ്. നിങ്ങളും കമ്പനിയും രണ്ടാണ്. നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല അത് പോട്ടെ എന്ന് വെക്കാനായിട്ട്. സച്ചിനോട് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നുമില്ലേ, ഞാൻ പഴയ ടോപ്പിക്കിനെ പറ്റിയായിരുന്നു വന്നത്. ഇപ്പം പറഞ്ഞ ടോപ്പിക്, എനിക്ക് ആലപ്പുഴ മാർക്കറ്റിൽ ഒരു 5-8 ലക്ഷം രൂപ മാർക്കറ്റിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉള്ള എല്ലാവരും ചോദിക്കുക, ആലപ്പുഴ നല്ല പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആലപ്പുഴക്കാരനാ, ശതമാനം പറയാമെങ്കിൽ നമുക്ക് വേണേ ആളിനെ സെറ്റ് ചെയ്യാം. എത്ര വരും പറ. പിടിച്ചിട്ട് ഞാൻ പോയി നിൽക്കേണ്ട അവസ്ഥയാ. പേയ്മെന്റ് കളക്ഷന് ഞാൻ കണ്ടിടത്തോളം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും കറന്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കും. പിന്നെ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അവരുടെ ഈ പൈസ വന്നാലും തരാൻ വേണ്ടി അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവണം. ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ പേരിനകത്ത് കാണും. ഇല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ലെങ്കിൽ അവർ ആദ്യം വരുന്നവർക്ക് പൈസ കൊടുക്കും. പലയിടത്തും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങൾ ആർക്കൊക്കെ പൈസ കിട്ടാനുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഫോളോ അപ്പ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലയിടത്തും പൈസ കിട്ടാതെ അവരുഴപ്പിയത്. നിങ്ങളും ചോദിച്ചില്ല, അവരും വേണ്ടിയില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങൾ വളം വെച്ച് കൊടുത്തത്. മനു എന്താ ചെയ്തേ? മനു കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സാധാരണ എന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് മാക്സിമം അങ്ങ് സഹകരിക്കും. അവർക്ക് വേണ്ട ഡിസൈൻസ് ആണെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ആണെങ്കിലും എല്ലായിടത്തും നമുക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുമായിട്ട് സഹകരിക്കും. ആ ഓർഡർ അങ്ങ് കൺഫേം ആവുന്ന സമയത്ത് പഴയ പേയ്മെന്റ് അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പൊ ഇവർക്ക് പിന്നെ തിരിച്ചു പോകാനായിട്ടുള്ളൊരു വേ ഔട്ട് ഇല്ല പുതിയ പ്രൊജക്റ്റിൽ. സാധാരണ ഇതിൽ ചെയ്യാം. പ്രൊജക്ട്സിൽ ഇപ്പൊ ക്രെഡിറ്റ് ഇല്ലല്ലോ അല്ലേ? ഉണ്ട്, അത് മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 50% എങ്കിലും നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇപ്പം ക്യാഷ് സെയിൽസിലേക്ക് മാറി, ഷോറൂം സെയിൽസിലേക്ക് മാറി. ശരി ശരി. അപ്പൊ നാളെ രാവിലെ പ്ലേ ബോയ് ഓഫ് ദ ഈസ്റ്റ്. ഒരു സജഷൻ പറഞ്ഞോട്ടെ ഞാൻ. സഞ്ജുവാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് മസ്കറ്റിൽ ഞങ്ങളുടെ കമ്പനിയിൽ ചെയ്തൊരു കാര്യം ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിൽസ് കാര് തന്നെ പോയിട്ടാണ് ആദ്യം പേയ്മെന്റ് ചോദിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ കുറച്ച് ഇത് ഈ സെയിൽസുകാർ പോയി ചോദിക്കുമ്പോൾ ഇവർക്ക് കുറെ കഴിയുമ്പോൾ കസ്റ്റമറായിട്ട് ഒരു മുഷിപ്പ് വരുന്ന കാരണം സെയിൽസ് നടക്കാത്തൊരു സിറ്റുവേഷനും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് മാനേജർ, ഒരു ക്രെഡിറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തു. അപ്പൊ ഈ സെയിൽസുകാരും അവരും തമ്മിൽ ഈ ഓവർ ഡ്യൂ തന്നെ ആൾക്കാരെ പിന്നെ കോൺടാക്ട് ചെയ്യുന്ന ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നായിരിക്കും. സെയിൽസുകാർ പറയും ഞങ്ങൾക്ക് ഇതിനകത്തൊരു ഇതില്ല, നിങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ സംസാരിക്കും. നമ്മൾ നേരെ ഇത് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ ഫണ്ട് വരാൻ തുടങ്ങി, ഓവർ ഡ്യൂസ് ആയിട്ട് കിടണം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെയിൽസ്മാനോ മാനേജറോ ആരും നമ്മൾ ഇവരെ പേയ്മെന്റിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യില്ല. ഒരു ഓവർ ഡ്യൂ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺടാക്ട് നമ്മളത് ഒന്ന് രണ്ടിടത്ത് ചെയ്തപ്പോ സെയിൽസിനെ വല്ലാണ്ട് അത് ബാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ റിട്ടേൺ ചെയ്യേണ്ടെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ വേറെ പാർട്ടിക്ക് കൊടുക്കാവുള്ളൂ, വേറൊരു ടീമിന് കൊടുക്കാവുള്ളൂ. ഹാൻഡിൽ ചെയ്യുന്ന പോലെ അത്രയും പോളിഷ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യില്ല, തിരിച്ചു വരത്തില്ല. ഗുണ്ടായസത്തിന്റെ സ്റ്റൈലിലല്ല, വളരെ പൊളൈറ്റ് ആയ രീതിയിൽ ക്രെഡിറ്റ് മാനേജർ അത് ഹാൻഡിൽ ചെയ്യണം. അവർക്കൊരു ടീമുണ്ട്, അവരങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് അത് അല്ല. ഇപ്പം ദുബൈയിലൊക്കെ ക്രെഡിറ്റ് കളക്ട് ചെയ്യുന്ന ഏജൻസി തന്നെ ഉണ്ടല്ലോ, കമ്പനികളുണ്ട്. കൊട്ടേഷന് വേറൊരു മനോഹരമായ പേരിട്ടു, ക്രെഡിറ്റ് കളക്ഷൻ ഏജൻസി. അപ്പൊ ശരി, നാളെ അടിപൊളി. ശരി, താങ്ക് യു. താങ്ക് യു.